നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിൽ വിജയത്തിലേക്കുള്ള യഥാർത്ഥമായ പാത എന്താണെന്ന് വൈവിധ്യമാർന്ന പ്രബോധന സംരംഭങ്ങളിലൂടെ പഠിപ്പിച്ചും പകർന്നും കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ലോകത്ത് മാനവ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനാവശ്യമായ നിയമനിർദ്ദേശങ്ങളടങ്ങുന്ന കുറ്റമറ്റ ദൈവീകമായ സന്ദേശം ഇസ്ലാം മാത്രമാണ് എന്ന് ഇതിന്റെ മുമ്പ് നടന്ന പരിപാടികളിലൂടെ നിങ്ങളേവരും മനസ്സിലാക്കുകയുണ്ടായി. എന്നാലും സഹോദരങ്ങളെ, പല ശ്രോതാക്കളിലും ഉയർന്നു കേൾക്കുന്ന ഒരു സംശയമുണ്ട്. ഇത്രത്തോളം കുറ്റമറ്റ ദൈവീകമായ പ്രമാണങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിട്ടും ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളും കക്ഷിപിരിവുകളും വിഭാഗീയതകളും നിങ്ങൾക്കിടയിൽ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് പല അന്വേഷണ കുതുകികളും ആലോചിക്കുകയും ഒരു വേള സംശയാലുക്കളായിക്കൊണ്ട് അത് പുറത്തേക്ക് പറയുകയും ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, അത് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ തകരാറല്ല. ആ ഇസ്ലാമിക പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളും അപാകതകളുമാണ് വ്യത്യസ്ത കക്ഷികളിലായി വിഭാഗീയ ചിന്തകളോട് പ്രവർത്തിക്കുവാൻ സമുദായത്തിനകത്തുള്ളവരെ തന്നെ കാരണമാക്കി തീർത്തത് എന്നതാണ് അതിന്റെ വസ്തുത. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിമീങ്ങളിൽ തന്നെ കാണുമ്പോൾ ആളുകൾ പലരും പല അഭിപ്രായക്കാരായി മാറുമ്പോൾ ചില ആളുകൾ എന്തു പറയും, ഞാൻ ഈ വക അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും വിഭിന്ന ചിന്താഗതികളിലേക്ക് തലയിടാനൊന്നും ഞാനില്ല, എനിക്കതിലൊന്നും ഒരു താൽപര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐഹികമായ അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തന്റെ കൂടി ബാധ്യതയായ തന്റെ പരലോക സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറില്ലാതെ ഉൾവലിയുന്ന ഒട്ടേറെ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. മറ്റൊരു വിഭാഗമുള്ളത്, എന്തഭിപ്രായ വ്യത്യാസമുണ്ടായാലും എല്ലാം കണക്ക് തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാം ശരിയാണ്, എല്ലാവരും പറയുന്നതും നേരാണ്, എല്ലാവരുടേതും സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവസിദ്ധാന്ത സത്യവാദത്തെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ നല്ല വിള്ള ചമഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സ്വീകാര്യത ലഭിക്കുമാറ്, എല്ലാവരിൽ നിന്നും പുഞ്ചിരി ലഭിക്കുമാറ്, എന്തിന്റെയും കൂടക്കൂടികളാകാൻ മാത്രം മാനസികമായി ധാർമ്മികമായി അവരവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വിഭാഗം ആളുകളെയും നമുക്ക് കാണാം. അത്തരക്കാരിലും പെടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഇതിനിടയിൽ ഇസ്ലാമികമായി ഒരു മാനദണ്ഡമുണ്ട്. കാര്യങ്ങളെ വിവേചിച്ചറിയണം.
എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കണം, അറിയണം. ചേരുന്നത്, നിൽക്കുന്നത് സത്യത്തിന്റെ കൂടെ മാത്രമായിരിക്കണം. അതാണ് മുസ്ലിമിന്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാട്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാവണം, സത്യസന്ധന്മാരായിക്കൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, എന്താണിങ്ങനെ വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണം? എല്ലാവരും പറയുന്നത് ഖുർആനല്ലേ, എല്ലാവരും ഓതുന്നത് ഹദീസല്ലേ. ഇത് രണ്ടുമാണെങ്കിൽ കുറ്റമറ്റ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമാണ്. ആ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും പ്രമാണമായി അംഗീകരിക്കുന്ന കക്ഷികൾക്കിടയിൽ എങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു? ഒരേ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന, ഒരേ കിതാബ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് മനസ്സുകൊണ്ട് സമ്മതിച്ചിട്ടുള്ള, ഒരേ റബ്ബിൽ വിശ്വസിക്കുന്ന, ഒരേ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ എങ്ങനെ ഈ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്ന ചിന്ത ഇതിന്നു തുടങ്ങിയ ചിന്തയല്ല. മുൻഗാമികളായ നമ്മുടെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും വരെ അവരും അതാലോചിച്ചതാണ്. വ്യത്യസ്ത തർക്കങ്ങൾ സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ അതേ സ്വഹാബിമാര് തന്നെ അവര് ചിന്തിച്ചു പോയിട്ടുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അതേ മഹാനവറുകളുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വനബിയുഹാ വാഹിദുൻ വഖിബ്ലതുഹാ വാഹിദുൻ വകിതാബുഹാ വാഹിദുൻ. ഈ ഉമ്മത്ത് എങ്ങനെയാണ് ഭിന്നിക്കുന്നത്? ഈ ഉമ്മത്ത് എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസത്തിലാകുന്നത്? ഏത് സ്ഥിതിക്ക് നബിയുഹാ വാഹിദുൻ, ഈ ഉമ്മത്തിന്റെ നബി ഒന്നാണ്. വഖിബ്ലതുഹാ വാഹിദ, ഈ ഉമ്മത്തിന് തിരിഞ്ഞു നിൽക്കുന്ന ഖിബില ഒന്നാണ്. വകിതാബുഹാ, ഈ ഉമ്മത്ത് പ്രമാണമായി സ്വീകരിക്കുന്ന കിതാബും വാഹിദുൻ ഒന്ന് തന്നെയല്ലേ? പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഈ കൂട്ടരിൽ കാണുന്നതെന്ന ചിന്ത അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് അതേ പടച്ച റബ്ബേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, ദീനിൽ നല്ല അറിവുള്ളവനാക്കണേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ. വഅല്ലിംഹു തഅ്വീൽ, വ്യാഖ്യാന പാഠവും നീ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് അനുഗ്രഹം കിട്ടിയിട്ടുള്ള മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഈ സംശയവുമായി കൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ അവർകളെ, എന്താ ഭിന്നതയുണ്ടാകാൻ കാരണമെന്നല്ലേ അങ്ങയുടെ സംശയം? പറയട്ടെ, ഇന്നമാ ഉൻസില അലൈനൽ ഖുർആനു ഫഖറഅനാഹു വഅലിംനാ ഫീമാ ഉൻസിൽ വഅന്നഹു സയകൂനു ബഅദനാ അഖ്വാമുൻ യഖറഊനൽ ഖുർആന വലാ യദ്റൂന ഫീമാ നസൽ ഫയകൂനു ലികുല്ലി ഖൗമിൻ ഫീഹി റഅയുൻ ഫഇദാ കാന കദാലിക ഇഖ്തലഫൂ. കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതിന്റെ ആശയം ഞാൻ പറയട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നമ്മൾ ചിന്തിക്കണം. ഓ അമീറുൽ മുഅ്മിനീൻ, എന്തേ ഇങ്ങനെ ഭിന്നത വരാനെന്നല്ലേ അങ്ങയുടെ സംശയം? മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ കിതാബ് നമ്മുടെ മേൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ റസൂലുള്ളാഹിന്റെ കാലത്ത് കേട്ടപ്പോൾ നമ്മളത് കൃത്യമായി തന്നെ പാരായണം ചെയ്തു. അതേ നമുക്കന്ന് ശരിക്കും മനസ്സിലായി ഏത് വിഷയത്തിലാണ് ഓരോ ആയത്തും അവതീർണമായതെന്ന് അന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി. എന്നാൽ ഇതാ സയകൂനു ബഅദനാ, നമുക്ക് ശേഷം ഇതാ വരുന്ന
കാണുന്നു അഖ്വാമുൻ, ചില ആളുകൾ അവര് ഖുർആനാണ് ഓതുന്നത്, പക്ഷേ എന്തിനാണ് ഈ ആയത്തിറങ്ങിയതെന്ന് അവർക്ക് പിടിപാടില്ല. ഈ എന്ത് കാര്യത്തിലാണ് ഈ ആയത്ത് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. സ്വഹാബിമാരായ നമ്മള് പരിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അന്ന് ഇതിന്റെ ആശയം എന്താണെന്ന് ശരിക്കും നമ്മൾ പഠിച്ചവരാണ്, ഇതിന്റെ അവതരണ പശ്ചാത്തലം നമ്മൾ ഗ്രഹിച്ചവരാണ്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാളുകൾ പിന്നീട് വരുമ്പോ ഫയകൂനു ലികുല്ലി ഖൗമിൻ ഫീഹി റഅയുൻ, ഓരോരുത്തരും ആയത്തോതിക്കൊണ്ട് അവനവന്റെ അഭിപ്രായമാണ് വ്യാഖ്യാനിക്കുന്നത്. ഫഇദാ കാന കദാലിക ഇഖ്തലഫൂ, ഈ ഒരു നയത്തിലേക്ക് സമുദായം വഴുതിപ്പോയപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിലായിപ്പോയി, അവര് തമ്മിലടിച്ചു, അവര് പരസ്പരം ചേരിതിരിഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ ആ ദീർഘവീക്ഷണമെന്ന് ചിന്തിച്ചു നോക്ക് സഹോദരാ. പരിശുദ്ധ ഖുർആൻ ഓതിക്കേട്ടപ്പോ സ്വഹാബത്തതെങ്ങനെ ഗ്രഹിച്ചു? അവര് മനസ്സിലാക്കിയതിന് വിഭിന്നമായി കൊണ്ട് ആയത്തും ഹദീസും ഓതിക്കൊണ്ട് അവരവരുടെ താൽപര്യങ്ങൾ ആദ്യമേ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുകൂലമായ ആയത്തും ഹദീസും ഉണ്ടാവില്ലെന്ന് വരുമ്പോ അക്ഷരഭേദം വരുത്താൻ ഖുർആനിലാണെങ്കിൽ പറ്റുകയുമില്ല, അത് വേഗം കണ്ടുപിടിക്കപ്പെടുമല്ലോ. ഇന്നാ നഹ്നു നസ്സൽനൽ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അല്ലാഹ് കാവലേർപ്പെടുത്തിയ ഗ്രന്ഥമാണല്ലോ ഈ ഖുർആൻ, അല്ലാഹ് അവതരിപ്പിച്ചതാണ് ഈ ഗ്രന്ഥം. ഇതിനെ എല്ലാവിധ കൈകടത്തലുകളിൽ നിന്നും അവൻ സൂക്ഷിക്കും. ഇതിൽ അക്ഷരഭേദം വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. പക്ഷേ അക്ഷരങ്ങളെ അതേപടി നിലനിർത്തിക്കൊണ്ട്, ആയത്തുകളെ അതേപടി നിലനിർത്തിക്കൊണ്ട് അല്ലാഹ് എന്തിനാണോ ആയത്തിറക്കിയതെങ്കിൽ ആ ഉദ്ദേശത്തിൽ നിന്ന് വിഭിന്നമായി വിരുദ്ധമായ ദിശയിലേക്ക് ആയത്തിന്റെ സാരങ്ങളെ, ആശയങ്ങളെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ സമൂഹം തുടങ്ങിയപ്പോൾ ഒരേ ഖിബല അംഗീകരിക്കുന്ന, ഒരേ റസൂലിൽ വിശ്വസിക്കുന്ന, ഒരേ റബ്ബിൽ വിശ്വസിക്കുന്ന, ഒരേ കിതാബ് അംഗീകരിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ ചേരികൾ ഉണ്ടാകുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അവരെ കക്ഷികളായി പിരിയുന്നു, പരസ്പരം പോരടിക്കുന്നു. ഈ ഒരു ദുരന്തമാണ് അതേ പണ്ട് മുതൽ ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിന്റെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്. പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ട നിലക്കല്ല വിശദീകരിക്കപ്പെടുന്നത്. എല്ലാവരും ഖുർആനും ഹദീസും എന്ന് പറയുന്നു. പക്ഷേ അല്ലാഹ് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിനെ അതിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായി കൊണ്ടുപോകുന്ന ഒരവസ്ഥ വന്നാൽ, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, സ്വർഗം വേണോ, നരകത്തിയിൽ നിന്ന് രക്ഷ വേണോ? നരകത്തിയിൽ കടക്കാൻ കാരണമാകുന്ന ഗൗരവമായ ഒരു കാര്യം അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മമയുശാഖിഖിർ റസൂല, ആരെങ്കിലും റസൂലിനോട് മാത്സര്യം കാണിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം അവന് വ്യക്തമായി കിട്ടിയതിന്റെ ശേഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗത്തോടവന് മനസ്സിൽ വിഷമമാണ്, നീരസമാണ്. വയത്തബിഴ്, എന്നിട്ടവൻ പിന്തുടരുകയും ചെയ്യുന്നു ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ അതേ ആ വിശുദ്ധമായ ഗ്രന്ഥം ആദ്യം കേട്ട് മനസ്സിലാക്കി സ്വഹാബത്തിൽ അതേ പരിശുദ്ധമായ റബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആശയങ്ങൾ കേട്ട് മനസ്സിലാക്കിയ സത്യവിശ്വാസികളുടേതായ മാർഗത്തെ അല്ലാത്ത ഒരു മാർഗത്തിലേക്ക് അവൻ തിരിയുകയും ചെയ്തപ്പോൾ നുവല്ലിഹി മാതവല്ല വനുസ്ലിഹി ജഹന്നമ വസഅത് മസീറാ, അവനെ തിരിഞ്ഞയിടത്തേക്ക് അവനവന്റെ ആശയവുമായി തിരിഞ്ഞു പോകുന്നു. അവസാനം അവൻ നരകത്തിയിൽ ചെന്ന് ആപതിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആന പറയുന്നത്. ഒരു മാർഗമുണ്ട് നമുക്ക് ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ, പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ, പ്രമാണങ്ങളെ സ്വീകരിക്കാൻ, ഗ്രഹിക്കാൻ, പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി സമൂഹത്തിൽ തുടരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, വ്യത്യസ്ത കക്ഷികളായി എന്റെ സമുദായം പിരിയുമ്പോൾ
അവരിൽ ഒരു കക്ഷി മാത്രമേ സ്വർഗപ്രവേശനത്തിന് യോഗ്യനായിട്ടുണ്ടാവുകയുള്ളൂ. ആരാണ് ആ വിഭാഗമെന്ന ചോദ്യത്തിന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി ഹും മൻ കാന അലാ മിസ്ലി മാ അലൈഹിൽ യൗമ വഅസ്ഹാബീ, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു വിശ്വാസാചാര നടപടിക്രമങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്നുവോ അതിൽ തന്നെ മുറുകെ പിടിച്ച് നിലനിൽക്കുന്നവൻ ആരുണ്ടോ അവരാണ് സത്യത്തിന്റെയും വിജയത്തിന്റെയും കക്ഷികൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആദ്യമായി ഖുർആനും അവിടുത്തെ വചനങ്ങളും കേൾക്കാൻ അവസരം കിട്ടിയ സ്വഹാബത്ത്, അവര് വിശ്വസിച്ചതാണ് നമ്മുടെയും വിശ്വാസം, അവര് പഠിപ്പിച്ചതാണ് നമ്മുടെയും ആദർശം. അതേ, അവർക്കെന്താണ് പ്രത്യേകത? ആ ആദ്യ തലമുറയെ പറ്റി അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അവര് അള്ളാഹനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടിയ മഹാന്മാരായ ആ സ്വഹാബത്ത് അവരൊന്നടങ്കം, അതേ, അവരൊരിക്കലും പിഴച്ചു പോയിട്ടില്ല. ആ ഒന്നടങ്കമുള്ള സ്വഹാബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നവർക്ക് കിട്ടിയിട്ടുള്ള ആദർശം ഈ സമുദായത്തിന്റെ അടുത്ത തലമുറക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ നിലക്ക് പ്രമാണങ്ങൾ മനസ്സിലാക്കുവാനുള്ള സംവിധാനം നാം ശരിക്കും കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ പതറുന്നില്ല, ആചാരങ്ങൾ തെറ്റിപ്പോകുന്നില്ല, അനുഷ്ഠാനങ്ങൾ മാറിപ്പോകുന്നില്ല. സ്വഭാവ പെരുമാറ്റ രീതികളിൽ വരെ വലിയ മാറ്റങ്ങളും സൽസ്വഭാവങ്ങളും പ്രകടമാകാൻ അതൊക്കെ കാരണമായി തീരുന്നു. നബിമാരഖിലം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ആദർശം എന്താണ്? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശം അല്ലാഹ് പറഞ്ഞില്ലേ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹീ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എന്തായിരുന്നു ലോകത്തിന്റെ സൃഷ്ടാവ്? ലോകത്തിന്റെ സൃഷ്ടാവ് സർവമനുഷ്യരോടും പറഞ്ഞതെന്താണ്? എല്ലാ പ്രവാചകന്മാരും സർവകാലത്തും വന്നുകൊണ്ട് പറഞ്ഞതെന്താണ്? നിങ്ങളുടെ യജമാനനായ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അത് പറയാത്ത ഒരു നബിയും വന്നിട്ടില്ല, അത് പറയാത്തൊരു മഹാനേതാവും കഴിഞ്ഞു പോയിട്ടില്ല. അതേ, അതിനുള്ള കാരണങ്ങളും അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, പടച്ചവനാണ്, പടച്ചവനെയാണ് പടപ്പുകൾ ആരാധിക്കേണ്ടത്. ലോകം മുഴുവൻ പരിശോധിച്ചാൽ പടപ്പുകളാണ്, പടച്ചവൻ ഒന്നേയുള്ളൂ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും മുൻഗാമികളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ നിങ്ങളുടെ യജമാനനെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കൂ. സർവ മനുഷ്യർക്കും യോജിക്കാവുന്ന ഐക്യത്തിന്റെ പോയിന്റാണത്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഏതെങ്കിലും മതവിഭാഗത്തിലെ അംഗങ്ങൾക്ക് സംശയമുണ്ടോ? ഇപ്രപഞ്ചത്തിലേതെങ്കിലും ഒരു അണുവിനെയെങ്കിലും, ഒരു കീടത്തെയെങ്കിലും, ഒരു പുൽക്കൊടിയെയെങ്കിലും പ്രപഞ്ചനാഥനായ സർവലോക രക്ഷിതാവും സർവശക്തനുമായ നാഥനല്ലാതെ മറ്റാരെങ്കിലും പടച്ചതാണ്, ഉണ്ടാക്കിയതാണ്, സൃഷ്ടിച്ചതാണെന്ന വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് തെളിവ് സഹിതം സമർത്ഥിക്കാനാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ നാഥന്റെ വെല്ലുവിളിയുണ്ട്. അവൻ സൃഷ്ടിച്ചതിനെ മുഴുവനും അതിലേക്കുള്ള സൂചനകൾ ചില പദങ്ങളിൽ ഒതുക്കിക്കൊണ്ട് ആകാശഭൂമികളടങ്ങുന്ന ഈ പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തമായ അവന്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടതല്ലെങ്കിൽ സൂചന നടത്തിക്കൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാനവകുലത്തോട് മുഴുവനുമാണ് ആ ചോദ്യം. ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അല്ലാഹ് പടച്ചതാണ്, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാഹന്റെ സൃഷ്ടിപ്പാണ്. ഇനി അടുത്തതവന്റെ ചോദ്യം, ഫഅറൂനി, ആകയാൽ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചതായോ, മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവനെ കൂടാതെയുള്ളവർ എന്തൊന്നിനെയാണ് പടച്ചതെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ,
ശിർക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ അക്രമം പ്രവർത്തിക്കുന്ന കക്ഷികൾ വ്യക്തമായ വഴികേടിൽ തന്നെ എന്ന് ലുഖ്മാൻ സൂറത്തിലൂടെ അല്ലാഹു മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ പടച്ച റബ്ബിന്റെ അവകാശവാദം പൊള്ളയല്ല. ഒരു മനുഷ്യനും അതിനെ നിഷേധിക്കാനാവില്ല. കാണുന്നതിനെ മുഴുവനും അവൻ നോക്കട്ടെ. അള്ളയല്ലാതെ, പ്രപഞ്ചനാഥനല്ലാതെ, സൃഷ്ടാവായ സർവശക്തനല്ലാതെ ആരാണ് ഏതൊന്നിനെയാണ് പടച്ചിട്ടുള്ളത്? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ, പടപ്പുകളെ, നിങ്ങളുടെ ഹൃത്തടത്തിൽ നിന്നുയരുന്ന സർവ്വ പ്രാർത്ഥനകളും, നിങ്ങൾ അർപ്പിക്കുന്ന സർവ്വ ആരാധനകളും, നിങ്ങളുടേതായ സർവ്വ വണക്കങ്ങളും, അതേ ആ സർവ്വലോക രക്ഷിതാവായ എല്ലാത്തിന്റെയും മീതെയുള്ള പടച്ചവനായ ആ യജമാനനിലേക്ക്, രക്ഷിതാവിങ്കലേക്ക് മാത്രം തിരിച്ചുവിടൂ. മറ്റുള്ളവർക്ക് പ്രാർത്ഥനകൾ നൽകല്ല. അവര് നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികൾ മാത്രമാണ്. അവർക്കും നാശമുണ്ട്, അവർക്കും മയക്കമുണ്ട്, അവർക്കും ക്ഷീണമുണ്ട്, അവർക്കും ഒരുപാട് പരാധീനതകളും പരിധികളും പരിമിതികളുമുണ്ട്. ഇതൊന്നുമില്ലാത്ത സർവന്യൂനതകളിൽ നിന്നും മുക്തനായ, ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത, മയക്കമില്ലാത്ത, മരണമില്ലാത്ത സർവലോക പരിപാലകനായ റബ്ബുണ്ടല്ലോ. ആ റബ്ബിനെ മാത്രം നമിക്കൂ, അവനോട് മാത്രം പ്രാർത്ഥിക്കൂ, അവന്റെ മുമ്പിൽ മാത്രം കീഴ്വണക്കം സമർപ്പിക്കൂ, അവനെ മാത്രം ആരാധിക്കൂ. ലോകത്തിന്റെ റബ്ബിന് ലോകരോട് മുഴുവനും പറയാനുള്ള, എല്ലാവർക്കും യോജിക്കാവുന്ന ശക്തമായ യോജിപ്പിന്റെ മേഖലയാണിത്. ഇതാണ് ഇസ്ലാമിന് ആദ്യവും പ്രധാനമായും പറയാനുള്ള സിദ്ധാന്തം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ട മുസ്ലിമീങ്ങൾ തന്നെ എന്തേ അവരിതിൽ നിന്ന് തെറ്റിപ്പോയത്? എന്തേ അവരിൽ അല്ലാത്തവരോടുള്ള പ്രാർത്ഥന കടന്നു വന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണമാണ്. അല്ലാഹു അവതരിപ്പിച്ച ആയത്തുകളിൽ അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള നിർദ്ദേശമുണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? അല്ലാഹ് അവതരിപ്പിച്ചിട്ടുള്ള വഹയിൽ അവനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശമുണ്ടാവില്ല എന്നത് ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ കക്ഷികൾ എന്ത് ചെയ്തു? അവരുടെ മനസ്സുകളിൽ ഒരാശയമുണ്ടാക്കി. മഹാന്മാരില്ലേ ലോകത്തൊരുപാട്, മഹദികളില്ലേ ലോകത്തൊരുപാട്, അതുകൊണ്ട് നാം സാധാരണക്കാര് മാത്രമാണ്. സാധാരണക്കാരായ നമുക്കൊരു മന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ സമീപത്തേക്ക് എത്തണമെങ്കിൽ ഇടയ്ക്ക് ആളില്ലാതെ പറ്റില്ലല്ലോ, നേരിട്ട് ചെന്നാൽ കാര്യം നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇത്രയൊക്കെ ശ്രേഷ്ഠനായ റബ്ബ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, പക്ഷേ അവന്റെ അടുക്കലേക്ക് നേരിട്ട് ചെല്ലാൻ നമുക്ക് യോഗ്യതയും കഴിവുമില്ല. അതുകൊണ്ട് ഇടയാളൻ വേണം, മധ്യസ്ഥന്മാര് വേണം. അവരോട് പറയാം, അവര് കാര്യം നേടിത്തരും. അവരല്ലാന്റെ അടുക്കൽ വലിയ സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവരതാ പ്രമാണങ്ങൾ പരതുന്നു. അങ്ങനെ ഖുർആൻ പരതി. ഖുർആനിൽ കാണോ ഇങ്ങനെ ഒരു നിർദ്ദേശം? ഖുർആനിൽ കാണോ? കാണില്ലല്ലോ. ഹദീസുകൾ പരതി, കാണുകയില്ലല്ലോ. അപ്പോൾ അവർ കണ്ട തീരുമാനം എന്താണ്? അതേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് അള്ളയാണെങ്കിൽ പ്രഖ്യാപിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഖുൽ, നബിയെ പറയോ, ഇന്നമാ ദുഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ, ലോകത്തോട് പ്രഖ്യാപിക്കൂ നബിയെ, ഇന്നമാ അദുഉ റബ്ബീ, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി, അവനിൽ ഞാൻ പങ്കുചേർക്കുകയില്ല. അഹദാ, ഒരാളെയും. അപ്പോൾ പിന്നെ ആ ഖുർആനിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള കൽപ്പന വരില്ല, സൂചന പോലും വരില്ലല്ലോ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ചിന്താഗതി പൊട്ടിമുളച്ചത്. എന്തു പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ അവര് പരതി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ പറഞ്ഞത്? ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന ചിന്താഗതി ചെകുത്താൻ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കി. പേരെന്താ കൊടുത്തത്? സ്നേഹമെന്നാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബഹുമാനം, അവിടുത്തോട് സ്നേഹം, അവിടുത്തോട് മഹബത്ത്, അവിടുത്തോട് ആദരവ്, അവിടുത്തെ അതായ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുക എന്ന ഓമന പേരിട്ടുകൊണ്ട് മനുഷ്യരെ ദുർബോധനത്തിലൂടെ തകർത്തുകൊണ്ടിരിക്കുന്ന ചെകുത്താനതാ ഇത്തരം ആശയം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് പറഞ്ഞു, ഖുർആൻ പരതിക്കോ, നിങ്ങൾക്കുള്ളത് അതിൽ നിന്നെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ദുർവ്യാഖ്യാനിക്കാം. അങ്ങനെ ദുർവ്യാഖ്യാനിച്ചു. എന്താ ദുർവ്യാഖ്യാനിച്ചത്? അതേ മുസ്ലിമീങ്ങളെ നമ്മളെന്താ വിശ്വസിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും കൂടെ ഏത് സമയത്തും അതേ ഉറങ്ങാതെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനേയുള്ളൂ. അവന്റേതായ നോട്ടത്തിൽ നിന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക്, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും അവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നമുക്കൊരു അമല് ചെയ്യാനാവില്ല, ഒന്ന് ശ്വാസം വിടാനാവില്ല എന്ന് വിശ്വസിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ സ്ഥാനം തന്നെ അങ്ങ് സങ്കൽപ്പിച്ചാലോ? നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളത്തിൽ പ്രവാചക പ്രേമികൾ എന്ന് പറയുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രകീർത്തിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഔദാര്യത്തിന്റെ ആരാമമെന്നാണ്. ഹദായിഖെ ബഖ്ശീഷ് എന്ന ഉറുദു പുസ്തകത്തിന്റെ മലയാള മൊഴിമാറ്റമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. ശരിക്ക് വാചകങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മളെന്താ സമാധാനിക്കാറുള്ളത്? വിഷമം വരുമ്പോ നമ്മളെന്താ ചിന്തിക്കാറുള്ളത്? നമ്മുടെ നേതാക്കൾ എന്താ വിഷമം വന്നപ്പോൾ തൊട്ടടുത്തുള്ളവരെ സമാധാനിപ്പിച്ചത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സങ്കടപ്പെടരുത് മോനെ, നമ്മുടെ കൂടെ അല്ലാഹുണ്ട്. അതേ, എനിക്കെന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ റബ്ബുണ്ട്, നമ്മുടെ കൂടെ റബ്ബുണ്ട്. ആ സമാധാനത്തിൽ മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തൗഹീദിന്റെ ഏറ്റവും വലിയ ശുദ്ധമായ തെളിമ മനസ്സുകളിൽ കൊണ്ടു നടക്കുന്ന മുസൽമാന്റെ മനസ്സിലേക്ക് വിഷലിപ്തമായ ആശയങ്ങൾ ഖുർആനായത്ത് പിൻബലമാക്കിക്കൊണ്ട് എടുത്തുദ്ധരിക്കുന്നത് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ, ഓരോ മുസ്ലിമിന്റെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തെളിവ് കേട്ടോ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. തെളിവ് കേട്ടോ, വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നബിയേ, തങ്ങളെ ഞാൻ സർവ്വസംഗതികൾക്കും സാക്ഷിയും സർവർക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും അല്ലാഹുവിന്റെ പ്രത്യേക അനുമതി പ്രകാരം അവനിലേക്ക് ക്ഷണിക്കുന്നവരും സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശഗോപുരവുമായിട്ടാണ് നിയുക്തരാക്കിയിരിക്കുന്നത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. പരിശുദ്ധ ഖുർആനിലില്ലേ വിശ്വാസികളെ? ഉണ്ട്, ശരിയാണ്. പക്ഷേ കൊടുത്ത അർത്ഥം എന്താണ്? ഓ നബിയേ, നിങ്ങളെ ഞാൻ സർവസംഗതികൾക്കും സാക്ഷിയാക്കിയിരിക്കുന്നു. അവിടെ എന്താ പ്രശ്നം? ഷാഹിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയല്ലേ പരലോകത്ത്. പക്ഷേ ഇവിടെ സാക്ഷിയാകണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കേട്ടോ. ഒരാൾ സാക്ഷിയാവണമെങ്കിൽ ഏത് വിഷയത്തിലാണോ സാക്ഷി പറയുന്നത്, പ്രസ്തുത വിഷയം നടക്കുമ്പോൾ സമീപത്തുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് സാക്ഷിയാവുകയും നാം എല്ലാവരും ഉമ്മത്തികളുമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇടയിലും പുന്നാര നബി തങ്ങൾ ഉണ്ടാകണം.
അതേ പരലോക കോടതിയിലും നമ്മെക്കുറിച്ച് പറയാൻ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പുന്നാര നബി നമ്മുടെ കൂടെ വേണം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കാണണം, നമ്മൾ എന്ത് പറയുന്നു എന്ന് കേൾക്കണം. അപ്പോഴല്ലേ ദൃക്സാക്ഷി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നബിയാണെങ്കിൽ സാക്ഷിയാണ് നിങ്ങളുടെ എന്ന് അല്ല പറയുകയും ചെയ്തല്ലോ. ഇനിയും കേട്ടോ, അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലും വ്യക്തമാക്കിയതുമാണ്. നോക്കണം നിങ്ങൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നമ്മുടെ കൂടെ, അതേ എല്ലാം കേൾക്കുകയും അറിയുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കൂടെയുണ്ട് എന്ന് ആയത്തോതിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്നു. അപ്പൊ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെ കൂടെയും ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, യഅലമു അഹ്വാല ജമീഇൽ മൗജൂദാതി വൽ മഖ്ലൂഖാതി, സർവവസ്തുക്കളുടെയും സൃഷ്ടികളുടെയും അവസ്ഥകൾ അവിടുത്തേക്കറിയാം. വലാ തഖ്ഫാ അലൈഹി ഖാഫിയ, ഒരു കാര്യവും അവിടുത്തെ അറിവില്ലെന്ന് അതേ ഗോപ്യമല്ല. യറാ ജമീഅദ് ദുനിയാ, ഭൗതികമായ ഈ ലോകം അലൈഹിസ്സലാത്തു വസ്സലാം ലൈസ ബിബഈദിൻ അൻ അഹദിൻ, ഒരാളിൽ നിന്നും ദൂരെയല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെപ്പറ്റിയും വിവരമില്ലാത്തയാളുമല്ല. എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ വിശ്വാസപ്രകാരം വിളിച്ചു തേടുന്നു. യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, സൃഷ്ടികളിൽ അത്യുദാരനായ നബിയെ, എനിക്ക് കാവൽ ചോദിക്കാൻ അങ്ങയല്ലാതെ ആരാണുള്ളത്? അപ്പൊ അഭയം ചോദിക്കാൻ, കൂടെയുള്ള നബി തങ്ങളോട് അഭയം ചോദിക്കാൻ, സമൂഹത്തെ പഠിപ്പിക്കാൻ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മാത്രമാണോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതേ മറ്റുള്ള ശൈഖുമാരെ കുറിച്ചും കീഴിലുള്ള പിന്നീടുള്ള ശൈഖുമാരെ കുറിച്ചും എന്താണ് വിശ്വാസം? അവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള നിർദ്ദേശങ്ങൾ എന്താണ്? പൂർണ്ണ ശുദ്ധിയോടെയും. നോക്കണം, മുസ്ലിമീങ്ങൾ വഴിതെറ്റിപ്പോകുന്നത് കണ്ടോ? പൂർണ്ണ ശുദ്ധിയോടെയും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടും സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ടും കളിതമാശകളും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടും മനഃശക്തി ഉറപ്പിച്ചുകൊണ്ടും ആരെങ്കിലും ഖിബിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടും ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ ഒട്ടും താമസം കൂടാതെ ഉത്തരം ലഭിക്കുന്നതാണ്. നോക്കണം, മഹാന്മാരെ വിളിച്ചു തേടുവാൻ ഖുർആനിന്റെ കൽപ്പനയുണ്ട്. അതിന് ചില നിബന്ധനകൾ, അതിന് ചില ഷർത്തുകൾ. വളരെ ശുദ്ധിയോടെ വൃത്തിയോടെ ശൈഖുമാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. ഇതെന്തായാലും ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്നുറപ്പല്ലേ? അപ്പൊ കണ്ടോ, ഇസ്ലാമിലില്ലാത്തത് ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെ വന്നു? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഖുർആൻ ഓതിയിട്ട് ഖുർആനിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായി ആശയങ്ങൾ വെച്ച് സമൂഹത്തെ താൻ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകുന്ന ആ നിലക്കുള്ള ദുർവ്യാഖ്യാന പ്രവണതകൾ സമൂഹത്തിൽ എന്ന് വന്നോ, അന്ന് മുതൽ ഇന്ന് വരെ ആ പ്രവണത തുടരുന്നു. സമൂഹം ഛിന്ന ഭിന്നമാകുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ അതേ വളരെ കാതലായ വിശ്വാസരംഗങ്ങളിൽ വരെ വന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം മഹാന്മാരായ ആളുകള് അവര് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവര് നമ്മൾ വിളിച്ചാൽ അവര് നമ്മെ കേൾക്കും, വിളിപ്പുറത്ത് ഓടിവരും, നമ്മെ സഹായിക്കും, രക്ഷിക്കും. അതിന് പല രൂപത്തിലുള്ള ഇല്ലാത്ത പല കഥകളും ഉണ്ടാക്കി തീർക്കുന്നു. അതേ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചു മാത്രം അല്ല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ള നൽകിയ ഒരു ആദരവുണ്ട്. അതെന്താ? മരണശേഷവും ആ മഹാത്മാക്കളുടെ അഥവാ പ്രവാചകന്മാരുടെ ബോഡി, അവരുടെ ഭൗതികമായ ശരീരം മണ്ണ് തിന്നുകയില്ല.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷേ ഈ പുതിയ ലക്കം ഖുറാഫികളുടെ അതല്ലെങ്കിൽ സമസ്തക്കാരുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഖുർആനിന്റെ മേൽ വമ്പിച്ച അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആനിലില്ല എന്ന് കണ്ടാൽ ഖുർആനിൽ ഉണ്ടെന്ന് പറയാൻ പോലും തയ്യാറ് കാണിക്കുന്ന, അത്രയും വലിയ ധിക്കാരം കാണിക്കുന്ന ഒരു ലോകം. കേട്ടോ, നിങ്ങൾ ഒരു വരി കേട്ടോ, ഒരു വരി നിങ്ങൾ കേട്ടോ, എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഗം ഖുർആനിൽ എവിടെ? അതെ, ഈ പുതിയ ലക്കത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഈ ഫെബ്രുവരി ലക്കത്തിൽ നിന്ന് വായിക്കുന്നു. അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം കണ്ടോ, അർത്ഥം അട്ടിമറി കൊടുക്കുന്നു. അല്ലാഹു സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നില്ലെന്ന ഖുർആൻ വാക്യം കണ്ടോ. അല്ല സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നൂലാന്ന് ഖുർആനിലുണ്ട് പോലും. അതേത് സൂറത്തിലാ മുസ്ലിയാക്കളെ? അതേതായത്താണ്? പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഏതായത്തിൽ, ഏത് സൂറത്തിൽ, എവിടെയാണ്? അതിന്റെ സൂറത്തിന്റെ പേരൊന്ന് പറയാമോ? അതിന്റെ നമ്പർ ഒന്ന് പറയാമോ? ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. കാരണം ഖുർആനിൽ അങ്ങനെ ഒരായത്തില്ല. എന്ത്? അല്ല സ്നേഹിച്ചവരുടെ ശരീരം മണ്ണ് തിന്നുന്നതല്ല എന്ന് ഖുർആനിലില്ല. അപ്പൊ ഖുർആനിലില്ലാത്തത് ഖുർആൻ വാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ ലക്കം സെൻസിംഗ് മാസികയില്ലതാ AP ഭാഗം സമസ്തക്കാരുടെ പത്രത്തിൽ എഴുതുമ്പോൾ മുസ്ലിമേ എവിടേക്കാണ് സമൂഹം പഴച്ചു പോകുന്നത് എന്ന് മനസ്സിലായില്ലേ? എങ്ങനെ പഴച്ചു പോകുന്നു എന്ന് മനസ്സിലായില്ലേ? അതെ, ശരിയായ ഇസ്ലാമികമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങൾ വിട്ടപ്പോൾ പതറിപ്പോയി, ചിന്നിച്ചിതറിപ്പോയി, യഥാർത്ഥ ആശയങ്ങളിൽ നിന്ന് വിട്ടുപോയി. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തോട് അനുവാദം തന്നതല്ലേ? നിങ്ങൾക്കതാ ഖബറുകൾ സന്ദർശിക്കാം, ഖബറുകൾ സിയാറത്ത് ചെയ്യാം, അതിന് വിരോധമില്ല. ആ സിയാറത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാനദണ്ഡങ്ങളുണ്ട്. ഖബറാളികൾക്ക് സലാം ചൊല്ലണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അതിനാണ് ഖബറിന്റെ സമീപത്തേക്ക് സിയാറത്തിന് പോകുന്നത്. എന്നാൽ ആ ഖബർ സിയാറത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ അംഗീകൃതമായ സന്ദർശനം യഥാർത്ഥ പാത വിട്ടുകൊണ്ട് വ്യാഖ്യാനങ്ങൾ വന്നപ്പോൾ ഖബർ സിയാറത്ത് ഖബർ ആരാധനയായി അധപ്പതിച്ചു. സിയാറത്ത് പോയി പിന്നെ ആരാധനയായി മാറി. ഇങ്ങനെയാണ് കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഉയർന്നു നിൽക്കുന്ന ജാറങ്ങളിൽ അതേ ഒരു മുസ്ലിമിന്റെയും ഖബർ, അവന്റെ ഖബർ, ഭൗതിക ശരീരം അടക്കപ്പെട്ട ഖബർ ഭൂമിയുടെ വിധാനത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് നബി തങ്ങൾ പഠിപ്പിച്ച നിയമം. അതാണ് സ്വഹാബത്ത് സ്വീകരിച്ച മാർഗം. ആ മാർഗം വിട്ടപ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കൊണ്ട് പലരും രംഗത്ത് വന്ന് ഖബറുകൾ വളരെ ഉയരത്തിൽ കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അതിന്മേൽ പെയിന്റ് അടിച്ചു, അതിന്മേൽ വസ്ത്രം കൊണ്ട് മൂടാൻ തുടങ്ങി, അതിന്മേൽ തടവാൻ തുടങ്ങി, പുണ്യം നേടാൻ അതിനെ ചുംബിക്കാൻ തുടങ്ങി, അതിന്റെ ചുറ്റും തവാഫ് ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ പാത്രങ്ങളിൽ ചന്ദനമരച്ചതും എടുത്തുകൊണ്ട് അതേ ജാറങ്ങൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന കാഴ്ചകൾ തിരുവനന്തപുരത്തുകാരെ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ലല്ലോ. മുസ്ലിമേ, നമുക്ക് തവാഫ് ഒരിടത്തല്ലാതെ പാടുണ്ടോ? ഒരൊറ്റ സ്ഥലത്തല്ലേ നമുക്ക് തവാഫ് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അത് പരിശുദ്ധ കഅബയുടെ ചുറ്റുമാണ് നമുക്ക് തവാഫ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. വേറെ ഒരു സ്ഥലത്തും അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന സ്ത്രീ പുരുഷന്മാർ അവരുടെ തലയിൽ ചെറിയ പാത്രങ്ങളിൽ ചന്ദനവും അരച്ചുകൊണ്ട് ജാറത്തിന്റെ മുമ്പിലൂടെ ഭീമാ ബീവിയുടെയും മാഹിൻ അബൂബക്കറിന്റെയുമൊക്കെ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത്, ഇങ്ങനെ വലം വെക്കുന്നത്, തവാഫ് ചെയ്യുന്നത്? ഇതെങ്ങനെ സഹോദരാ? കക്ഷി മാത്സര്യം മാറ്റിവെച്ചുകൊണ്ട് പ്രമാണങ്ങളോട് സ്നേഹമുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനോട് ബഹുമാനമുണ്ടോ?
ആ സ്നേഹബുദ്ധിയോടെ ഒന്ന് ചിന്തിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയെങ്കിലും ഖബറിന്റെ ചുറ്റും തവാഫ് ചെയ്യാനോ പ്രദക്ഷിണം വെക്കാനോ നമുക്ക് അനുവാദം തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്. സിയാറത്തിന്റെ പേരിൽ നടക്കുന്ന മറ്റുള്ള അനാചാരങ്ങൾ മുഴുവനും അത് ശിർക്കിലേക്ക് എത്തിക്കുന്നതും അവരെ വിളിച്ച് തേടുന്ന തേട്ടങ്ങൾ അത് തനിച്ച ശിർക്കും തന്നെയാകുന്നു. മാത്രമല്ല, ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും യാത്ര വളരെ സുഖകരമാകുവാനും യാത്രാവേളയിലും മറ്റുമതാ വാഹനത്തിൽ നിന്ന് പണമെറിയപ്പെടുന്ന ജാറങ്ങളില്ലേ, പണമെറിയപ്പെടുന്ന പ്രത്യേകമായ കുറ്റികളില്ലേ, കാണിക്ക വഞ്ചികളില്ലേ, വഴിപാടുകൾ അർപ്പിക്കുന്നില്ലേ? ആരാ സഹോദരാ നിന്റെ യാത്ര രക്ഷിക്കേണ്ടത്? മുസ്ലിമേ, ഞാനും നിങ്ങളും യാത്ര പുറപ്പെടുമ്പോ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും പറഞ്ഞല്ലേ വീട്ടിൽ നിന്നിറങ്ങുന്നത്. വാഹനത്തിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. തീർന്നില്ല നമ്മുടെ സഫറിന്റെ നേരത്ത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ ഹാദാ സഫരിൽ ബിർറ വത്തഖ്വാ ومن العمل ما ترضى اللهم هبن علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. എത്രയോ വിശദീകരിക്കേണ്ട ദുആയാണ്. ആശയം ചുരുക്കി പറയട്ടെ. അല്ലാഹ്, ഈ യാത്രയിൽ നീയാണ് എന്റെ കൂട്ട്, നിന്നിലാണ് എന്റെ ഭരമേൽപ്പ്. ഞാൻ വിട്ടേച്ചു പോരുന്ന കുടുംബങ്ങളെയും എല്ലാ സമ്പത്തിനെയും നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ യാത്രയിലെ പ്രയാസങ്ങളിൽ നിന്ന് കാവല് തരണേ. ദൂരത്തിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരണേ. അരുതാത്ത കാഴ്ചകൾ കണ്ട് ഞാൻ എട്ടാൻ ഇടവരരുതേ. ആപത്തുകളെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാഹ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് ചോദിക്കേണ്ട ചോദ്യം അത് മറന്ന് മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയപ്പോൾ, അതേ അവനെ പോലെയുള്ള മനുഷ്യരെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ കുടീരങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ, ഇവരാണ് എന്റെ യാത്രക്ക് ക്ഷേമം നേരേണ്ടത്, ഐശ്വര്യം പകരേണ്ടത്, അപകടമുക്തി നൽകേണ്ടതെന്ന ഉദ്ദേശത്തോടെ പണമെറിയുന്നു. ഇതബദ്ധമല്ലേ മുസ്ലിമേ? ഇതബദ്ധമല്ലേ? ഒരു മുസ്ലിമിനിത് പാടുണ്ടോ? സർവശക്തനായ നാഥനോടല്ലാതെ അവന് വരമേൽപ്പുണ്ടോ? അവനോടല്ലാതെ ഒരു പ്രാർത്ഥനയില്ലല്ലോ. കാരണം എത്ര ഗൗരവമാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. ഒരിക്കലും അല്ലാഹ് പൊറുക്കില്ലെന്ന് പറഞ്ഞ മഹാപാതകമല്ലേ ഇന്നശ്ശിർക ലളുൽമുൻ അളീം. നിശ്ചയമായും പങ്കുചേർക്കൽ ശിർക്കെന്ന് പറയുന്നത് വമ്പിച്ച അക്രമം തന്നെ. എന്ത് സൗഹാർദ്ദത്തിന്റെ പേരിട്ടാലും പടച്ച റബ്ബിൽ നിന്നല്ലാതെ അഭൗതികമായ മാർഗത്തിൽ ഗുണപ്രതീക്ഷയോ ദോഷബാധയോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളോടും നീ വണങ്ങണ്ട, കൈകൂപ്പണ്ട, പണമെറിയണ്ട, നമിക്കണ്ട, കുനിയണ്ട. അതേ, നിന്റെ മനസ്സ് സർവശക്തനായ റബ്ബുൽ ആലമീനിലേക്ക് മാത്രം തിരിച്ചോ. മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിലേക്ക് മാത്രം നിന്റെ ഹൃദയത്തെ, അതേ നിന്റെ മുഴുവൻ മനസ്സിന്റെ കിഴ്വണക്കത്തെയും അവനിലേക്ക് മാത്രം ആത്മാർത്ഥമാക്കി തിരിച്ചു വെച്ചുകൊണ്ട് അല്ലാഹനെ മാത്രം വിളിച്ചോ. എന്തിന്റെ പേരിലും നീയതാ ഞാനൊരു സൗഹാർദ്ദത്തിന്റെ ആളാണെന്ന് ആളുകൾ അറിയട്ടെ എന്ന നിലക്ക്, ഓ ഉമ്മമാരെ, ഒരാളിൽ നിന്നും ആ നിലക്കുള്ള ഗുണപ്രതീക്ഷയോടുകൂടി ഒരു ചടങ്ങുകളിലും പങ്കെടുത്തുകൂടാ. സമൂഹത്തിൽ പലർക്കും പല ആചാരങ്ങളുണ്ടാകും. അതിന് നമ്മൾ എതിരല്ല. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യമാണ്, നാനാജാതി മതസ്ഥരും താമസിക്കുന്ന രാജ്യമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചുപുലർത്താനും കൊണ്ടു നടക്കാനും അവകാശം ഭരണഘടനാപരമായി തന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രമാണ്. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ ചടങ്ങുകളുണ്ടാകും. പക്ഷേ മുസ്ലിമേ, നീ എന്നും മുസ്ലിമാണ്. നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ട്.
സർവശക്തനായ നാഥനല്ലാതെ എന്നെ രക്ഷിക്കാനാവില്ല, എന്നെ ശിക്ഷിക്കാനാവില്ല. ആ കൃത്യമായ ഐഡന്റിറ്റി കളഞ്ഞു കുളിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങൾ നടത്തുന്ന പ്രത്യേകമായ ആചാരങ്ങളിൽ പോയിട്ട് അവരെ പ്രസാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവങ്ങളിൽ നിന്ന്, അവരിൽ നിന്ന് ഗുണപ്രതീക്ഷയോ ദോഷബാധയോ ഭയപ്പെട്ടുകൊണ്ട് ഗുണപ്രതീക്ഷയോടുകൂടെയൊക്കെയോ നീ ഒരു ചടങ്ങിലും പങ്കെടുത്താൽ, നീ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോയാൽ നീ ചെയ്യുന്നത് കടുത്ത ശിർക്കാണ്. അതൊരിക്കലും അരുതാത്ത പാതകവുമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഈ തലസ്ഥാന നഗരിയിൽ നമ്മള് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന സംഗതിയാണ് പൊങ്കാല സമർപ്പിക്കുക എന്നുള്ളത്. പൊങ്കാല ആറ്റുകാൽ അമ്മയിൽ നിന്ന് ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രത്യേകമായ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അഭീഷ്ട വരദായിനി എന്നാണ് ആറ്റുകാൽ അമ്മയെക്കുറിച്ച് പറയപ്പെടാറുള്ളത്. എന്തഭീഷ്ടങ്ങളുമുണ്ടെങ്കിൽ അത് തരുന്ന, അത് നൽകുന്ന ആ നിലക്കുള്ള ഉദ്ദേശത്തോടുകൂടി ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അടുപ്പ് കൂട്ടി അവിടെ ചോറുണ്ടാക്കി ആ രൂപത്തിൽ അടുപ്പ് കത്തിച്ച് പ്രത്യേകമായ ഒരു ചടങ്ങ് ഈ തിരുവനന്തപുരത്ത് നടക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തേ സ്ത്രീജനങ്ങൾ ഇത്ര അതിലേക്ക് ആകർഷിക്കാൻ കാരണം? അതിനെപ്പറ്റി വന്ന റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാം. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ അമ്മ സാധിപ്പിച്ചു തരും എന്നുള്ള ഉറപ്പാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ആകർഷിക്കുന്നത്. അതിനെപ്പറ്റി വിലയിരുത്തിയ ഒരാളുടെ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ആയിക്കോട്ടെ, അവരുടെ വിശ്വാസം അവർ വെച്ച് പുലർത്തിക്കോട്ടെ. പക്ഷേ സർവമനുഷ്യരും മനസ്സിലാക്കണം, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹുവിങ്കൽ നിന്ന് ഏത് പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കിട്ടുകയുള്ളൂ. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളും പോവുകയാണ് അതിന്റെ പിന്നാലെ, മുസ്ലിമീങ്ങളും അതിൽ കൂടെ പോവുകയാണ്. ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വരെ 3-4 കിലോമീറ്ററുകൾ ദൂരെ അടുപ്പ് കൂട്ടിയിട്ട് തിരക്ക് കാരണത്താൽ ബുദ്ധിമുട്ടുന്ന ദിവസമാണ്, പുക കൊണ്ട് ശ്വാസം മുട്ടുന്ന ദിവസമാണ്. അങ്ങനത്തെ ദിവസം അവർക്ക് പോലും സമയമില്ലാത്തപ്പോ അവര് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയോടെത്താണ്. സർവശക്തനും സൃഷ്ടാവുമായ ഏകദൈവത്തെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ ഈ പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഇവിടെ വന്നിട്ട് അടുപ്പ് കൂട്ടാൻ നിന്ന് തിരക്ക് കൂട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവരെ കൊണ്ടുപോലും ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മമാരെ നമ്മൾ പോകരുത്, നാം ചെയ്യരുത്. അത് നമ്മുടെ ആചാരമല്ല, നമ്മുടെ സംസ്കാരമല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? മതങ്ങൾ തമ്മിലുണ്ടോ ഒരു സൗഹാർദ്ദം? മതം എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളല്ലേ? ആ വ്യത്യസ്ത വീക്ഷണങ്ങൾ എങ്ങനെയാണ് യോജിക്കുക? അത് യോജിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മറ്റവന്റെ മത ആരാധന സ്വാതന്ത്ര്യത്തിൽ പോയി കൈയിടണോ? അവന്റെ ആരാധനാലയങ്ങൾ തച്ച് തകർക്കണോ? അവനെ പഴിക്കണോ? അവനെ ചീത്ത വിളിക്കണോ? അരുത്, പാടില്ല. മറിച്ച് ഓരോരുത്തരും അവന്റെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കട്ടെ, ആരാധിക്കട്ടെ, പൂജ നടത്തട്ടെ, അവരുടെ ആരാധനാലയങ്ങളും നിലനിൽക്കട്ടെ. പക്ഷേ സൗഹാർദ്ദമെന്ന് പറയുന്നത് അവരുടെ പൂജാ വസ്തുക്കളും കേന്ദ്രങ്ങളിലും നമ്മളും കടന്നു ചെന്ന് അതിൽ പങ്കെടുക്കലല്ല, നമ്മുടെ കർമ്മങ്ങളിൽ അവരും പങ്കുചേരലല്ല. മറിച്ചെന്താണ് വേണ്ടത്? മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. മനുഷ്യ സൗഹാർദ്ദം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ചുള്ള സൗഹാർദ്ദം. അതെ, തന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരന്റെ വീട് ഹൈന്ദവന്റെ വീടാണെങ്കിലും ക്രൈസ്തവന്റെ വീടാണെങ്കിലും അയൽവാസി എന്ന നിലക്കൊരുപാട് കടമകളുണ്ട്. അവിടുത്തെ കുഞ്ഞുമക്കൾ വിശക്കാനിടയായിക്കൂടാ. അവിടെ താമസിക്കുന്ന സഹോദരങ്ങൾ ചോർന്നൊലിച്ച് മഴ നനഞ്ഞ് കിടക്കുന്ന അവസ്ഥയുണ്ടായിക്കൂടാ. അവിടെയുള്ള സഹോദരൻ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടുകൂടാ. അവിടെയുള്ള സഹോദരൻ അക്രമത്തിന് ഇരയായിക്കൂടാ. ആ നിലക്ക് അവരോടൊക്കെ സൗഹാർദ്ദം കാണിക്കണം, സ്നേഹം കാണിക്കണം. മാനുഷികമായ നിലക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യണം. അവന്റെ വിശ്വാസം അവിടെ നോക്കേണ്ടതില്ല, അവന്റെ ആചാരം പരിഗണിക്കേണ്ടതില്ല. അതേ അവസരത്തിൽ സൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആചാരങ്ങളൊക്കെ മാറ്റിവെച്ചവരുടെ ആചാരങ്ങളെ സ്വീകരിക്കുക, ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും അതേ പല വിശ്വാസക്കാർക്കിടയിൽ
ജീവിച്ചിട്ടും അവരുമായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, സ്നേഹബന്ധങ്ങൾ കൈമാറിയിട്ടുണ്ട്. പക്ഷേ മതപരമായ ഒരു ചടങ്ങുകളിലും ആരാധനകളിലും പോയിരുന്നു കൊടുത്ത് അതിൽ ഭാഗവാക്കുകളായിക്കൊണ്ടുള്ള ഒരു സൗഹാർദ്ദം ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ അവർ നിർബാധം ചെയ്യട്ടെ. നമുക്ക് ഇങ്ങനെ പറയാം, ഇനിയും കാര്യങ്ങളാൽ ഇങ്ങനെ ഈ ഒരു വിശ്വാസത്തിൽ അപാകതയുണ്ട്, അത് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. പ്രപഞ്ചനാഥനിൽ നിന്നേ ഗുണപ്രതീക്ഷ പ്രതീക്ഷിക്കാവൂ, ദോഷബാധയെ ഭയപ്പെടാവൂ എന്ന നിലക്ക് സൗഹാർദ്ദത്തോടുകൂടെ സന്ദേശങ്ങൾ കൈമാറാമെന്നതല്ലാതെ അക്രമത്തിന്റെയോ അരാജകത്വത്തിന്റെയോ ഒരു വഴിയിലേക്കും നാം ഒരിക്കലും നീങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാം ഒരിക്കലും നമ്മുടേതല്ലാത്ത ആചാരങ്ങളും സംസ്കാരങ്ങളും വിശ്വാസങ്ങളെയും നാം കടമെടുത്തുകൂടാ. ഇത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോ ചിലപ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇത്രയൊക്കെ ശിർക്കിന്റെ ഗൗരവം പറയുന്നു, ഇത്രത്തോളം മാരകമാണ് ശിർക്കെന്ന് പറയുന്നു, സൗഹാർദ്ദത്തിന്റെ പേരിൽ പോലും ശിർക്കിൽ പോയി ആപതിക്കരുതേ എന്ന് പറയുന്നു. എന്നാലിപ്പോ നിങ്ങളുടെ സ്ഥിതി എന്താണ്? നിങ്ങൾ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരല്ലേ? ഓ, നിങ്ങൾ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്. അതല്ലേ ഇപ്പൊ മുജാഹിദ് ഇങ്ങനെയായി മാറിയത്? എന്ത്? ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് നാഴികക്ക് 40 വട്ടം ഇപ്പോൾ അതേ ഞങ്ങളുടെ കയ്യിലാണ് ലെറ്റർ പേഡും സീലുമുള്ളത് എന്ന അഹങ്കാരം മൂത്ത കുറെ ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും അതേ സമൂഹത്തോട് പറയുന്നു. അതേ, ഈ ഭാഗത്തെ ഇനി പ്രസംഗത്തിന് വിളിച്ചുകൂടാ, അവരുമായി ബന്ധം വേണ്ട, കാരണം അവർ ജിന്നുകളോട് സഹായം തേടുന്നവരാണ്. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ കാക്കണേ, ജിന്നിനോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്നതൊക്കെയാണ് അവരുടെ ചർച്ച എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ മേൽ ശിർക്ക് ആരോപിക്കുക എന്നത് ആ ശിർക്ക് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദനയുണ്ടാക്കുന്നു, എത്ര വേദനാജനകാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മളൊരു സമൂഹത്തോടൊരു കാര്യം പറയുന്നത്, അവരെ ഒരു വിഷയത്തെപ്പറ്റി ബോധവൽക്കരിക്കുന്നത് അവരില്ലത് കൊണ്ടല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പല ആളുകളും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് സഹായത്തേട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ മേൽ ആരോപിക്കലാണോ? അല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഖബർ സിയാറത്ത് എന്ന പേരിൽ പോയിട്ട് ഖബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവരില്ല എന്ന് പറയുമോ? ഇല്ല എന്നല്ല അവര് പറയാ, ഉണ്ട് എന്നാ പറയാ. കേട്ടോ നമ്മുടെ നാട്ടിലെ സംസ്ഥാനക്കാരും ഒക്കെ എഴുതിയതെന്താ കേട്ടോ? സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ അഥവാ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. ആരാ പറയുന്നു? നമ്മൾ ആ കക്ഷിയുടെ മേൽ ആരോപണം ഉന്നയിക്കുകയല്ല എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളത് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരികയാണ്, അവർ എഴുതിയതാണ്. സുന്നികൾ അവരല്ല, അവരവകാശപ്പെടുന്നവരാണ് സുന്നികളെന്ന്. അവർക്ക് സംസ്ഥാനാണോ എന്ത് പേരിട്ടാലും, ദക്ഷിണാണോ എന്ത് പേരിട്ടാലും അവർ പറയാണ് സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ അതായത് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല, ദുആയിരക്കുന്നില്ല എന്നൊന്നും അവർ പറയുന്നില്ല. അതും ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? അവരായിരുന്നത് ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? ഇനിയും കേട്ടോ, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. അപ്പൊ സുന്നികളുടെ വിശ്വാസം, സുന്നികൾ എന്ന് പറയുന്ന ആ കക്ഷികളുടെ വിശ്വാസം അവരംഗീകരിക്കുന്നു, അവരത് സമ്മതിക്കുന്നു. അപ്പൊ നമ്മൾ അവരുടെ മേലില്ലാത്ത ഒന്ന് കെട്ടിപ്പറയുകയല്ല, അവരത് അഭിമാനത്തോടെ പറയാണ്. എന്തായാലും ഇത്ര പേടിക്കാനുള്ളത്? അത് ശിർക്കും പാപമൊന്നുമല്ല, അതിലാർക്കും ശിർക്കാണ് തെളിയിക്കാനും കഴിയില്ല. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കൊന്നുമല്ല, ഞങ്ങളത് ചെയ്യുന്നുണ്ട് എന്നവര് സമ്മതിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുജാഹിദ് സമ്മതിച്ചു കൊടുക്കുമോ? എടോ മുജാഹിദേ, നീ ജിന്നിന്റെ ആളാണ്,
നീ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്. നീ ജിന്നെ രക്ഷിക്കണേ, നീ ജിന്നെ കാക്കണേ എന്ന് പുഴയിൽ മുങ്ങുമ്പോ വിളിക്കുന്നവനാണ്. കടലിലും കരയിലും ഒക്കെ നീ വിളിക്കുന്നവനാണ്. വിജനസ്ഥലത്ത് വെച്ച് വിളിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മുജാഹിദും അത് സമ്മതിച്ചു കൊടുക്കൂല. കാരണം എന്താ? അവന്റെ വിശ്വാസം അവൻ ചെറുപ്പത്തിലെ അവൻ പഠിച്ചു വെച്ച വിശ്വാസമുണ്ട്. ഒരു സ്ഥലത്ത് വെച്ചും തന്നെ രക്ഷിക്കാൻ സർവശക്തനായ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ല. ജനസ്ഥലത്തെത്തിപ്പെട്ടാൽ യാ ഇബാദല്ലാഹ് എന്നല്ല വിളിക്കേണ്ടത്, യാ അല്ലാഹ് എന്നാണ് വിളിക്കേണ്ടത്. വിജനപ്രദേശത്താണെങ്കിലും ജനപ്രദേശത്താണെങ്കിലും കുളിക്കടവിലാണെങ്കിലും പുഴക്കടവിലാണെങ്കിലും ഏത് സ്ഥലത്ത് വെച്ചും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെ. ചിലരൊക്കെ ഇപ്പൊ ചോദിക്കുന്നു, നിങ്ങൾക്ക് അത് ഇനിയൊന്നും തുറന്നു പറയാൻ ധൈര്യമുണ്ടോന്ന്. അതേ, ആരെങ്കിലും സാധുക്കൾ കേട്ട് തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന നിലയ്ക്ക് ചില വെല്ലുവിളി വീരന്മാര് വെല്ലുവിളിക്കുകയാണ്. അതേ, ഈ രൂപത്തിൽ ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്നത് അതേ ശിർക്കാണെന്ന് തെളിയിക്കാനാകുമോ? ഈ രൂപത്തിൽ ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ശിർക്കല്ല എന്നാണ് വിശ്വാസം. അത് ശിർക്കാണെന്ന് ഇനിയും പറയാൻ കഴിയുമോ? ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ. ഓ പ്രിയപ്പെട്ട സഹോദരാ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണെങ്കിലും അവന് വിളിക്കാൻ അല്ല മാത്രമേയുള്ളൂ. ചിലരൊക്കെ പറഞ്ഞു കൊടുത്തു, മുങ്ങുമ്പോ നമുക്ക് ജിന്നിനെ വിളിക്കാ, വേറെ സ്ഥലത്തെത്തുമ്പോ ജിന്നിനെ വിളിക്കാ. ഒരു ഘട്ടത്തിലും വിളിച്ചുകൂടാനാ മുജാഹിദുകൾ പറയുന്നത്. ജിന്നിനോട് സഹായം തേടാനുള്ള ഒരിടപാട് നടത്താനുള്ള അനുവദനീയതയും മുസ്ലിമീങ്ങൾക്കില്ല. ജിന്നിനോട് കാര്യം പറഞ്ഞ് സഹായം തേടാനുള്ള ഒരനുവദനീയതയും നമുക്കില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അതിന്റെ ആളുകളല്ല. പിന്നെ നിങ്ങൾ യാ ഇബാദല്ലാ എന്താ ഇതിന്റെ വസ്തുത? യാ ഇബാദല്ലാ എന്നതിന്റെ വസ്തുത നിങ്ങൾക്കറിയണോ? അതെ, വിഷയങ്ങള് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട്. യാ ഇബാദല്ലാഹ് വസ്തുത എന്ത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ഗ്രഹിക്കാനുള്ള ഒരു ഫയല് നിങ്ങൾക്ക് പുറത്ത് വാങ്ങാൻ കിട്ടും. നിങ്ങൾ വായിച്ച് ശരിക്ക് പഠിക്കുക. യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ എല്ലാവരും മുശ്രിക്കുകളായിപ്പോയി എന്ന പ്രചരണമാണെന്ന് സമൂഹത്തിൽ നടത്തുന്നത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ കൊണ്ടുവന്നൊരു ഹദീസൊന്നുമല്ലത്. അതേ, അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പ്രവാചക തിരുമേനിയോളം പാരമ്പര്യമുണ്ടെന്ന് വാദിച്ച ഖുബൂരികൾ ഏത് കാലത്താണോ ഈ ദുർബലമായ പുൽക്കൊടി കൊണ്ടുവന്നതെങ്കിൽ അന്ന് മുതലേ നമ്മുടെ പണ്ഡിതന്മാർ കൊടുത്തൊരു മറുപടിയുണ്ട്. നിങ്ങൾക്കതിൽ തെളിവില്ല. കാരണം അതിൽ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ചുള്ള പ്രാർത്ഥനയില്ല എന്ന് കൃത്യമായി കൊടുത്ത മറുപടി. അതെ, അവരുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വല്ല ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന നിലക്കാകുമ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൽ അവരുടേതായ പ്രത്യേകമായ അഭൗതികത അതിൽ കടന്നു വരുന്നില്ല. പ്രാർത്ഥന ഏത്, പ്രാർത്ഥനയാകാത്തതേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ നമ്മൾ സ്വീകരിച്ച വ്യാഖ്യാനങ്ങളുണ്ട്. അന്നവർക്കാർക്കും അത് ശിർക്കാണ് എന്ന് തോന്നിയില്ല. കേരളത്തിൽ 1971 മഹാനായ ഉമർ മൗലവി റഹിമഹുല്ല കൊടുത്ത മറുപടി, 80കളിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി കൊടുത്ത മറുപടി, അതുപോലെ തന്നെ 2004 സക്കരിയ സലാഹി, ബഹുമാന്യനായ സലാഹി മണ്ണാർക്കാട് സംവാദത്തിൽ എല്ലാവരും ഇരുത്തി ഒന്നിച്ചിരുന്നുകൊണ്ട് ഇന്നും ശിർക്ക് ആരോപിക്കുന്ന കക്ഷികളെ കൂടെ ഇരുത്തിക്കൊണ്ട് അന്ന് നടത്തിയ കൃത്യമായ പ്രഭാഷണത്തിലും മറുപടിയിലും അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2012 വരെയുള്ള പ്രഭാഷണങ്ങളിലൊക്കെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത്, എന്നാൽ ജിന്നുകളോടും മലക്കുകളോടും ഒരു സന്ദർഭത്തിലും നമുക്ക് വിളിച്ചു തേടാനോ സഹായം തേടാനോ വകുപ്പില്ല എന്ന് ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടും ആ നയത്തിൽ നിന്ന് മാറിയിട്ട് മറ്റേതോ നയങ്ങളിലേക്ക് കൊണ്ടുപോയവരാണ് വാസ്തവത്തിൽ ഇതിൽ നിന്ന് കുതറിയോടി പുറത്തുപോയവർ. അത് നമ്മൾ മനസ്സിലാക്കണം.
ആ നയമാറ്റം ആർക്കാണ് സംഭവിച്ചത് എന്ന് അവരെയാണ് നിങ്ങൾ തെരഞ്ഞുപിടിക്കേണ്ടത്, അവരെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതേ, മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് ഈ സമൂഹത്തിലെ ശിർക്കിന്റെ പ്രചാരകരായ ആളുകളുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഒരു മാസികയില്ലേ, ആ മാസികക്കാരോട് അഭിമുഖം കൊടുക്കുകയാണ് ഒരു സുല്ലമി. എന്താ പറഞ്ഞത്? മുജാഹിദുകളൊക്കെ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു. മൗലവി വിഭാഗം എന്നാ പറഞ്ഞത്. 2006 മൗലവി വിഭാഗം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാ? എ പി അബ്ദുൽ ഖാദർ മൗലവി, ഒന്നിനായ എ പി അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന അവരെക്കുറിച്ചെന്ന മൗലവി വിഭാഗം മുഴുവൻ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പ്രചരണം കൊടുത്തപ്പോൾ, അതുപോലെയുള്ള ഉദ്ധരണികൾ വായിച്ചപ്പോൾ, അതേ കേരളക്കരയിൽ ഒന്നടങ്കം ഓടി നടന്ന് എല്ലാവരും ഒന്നിച്ചു മറുപടി പറഞ്ഞു. ആ രൂപത്തിൽ ഇതിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾ നമ്മുടെ മേൽ ശിർക്ക് ആരോപിച്ചപ്പോൾ ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പ്രമാണബദ്ധമായി തെളിയിച്ചു കൊടുത്ത ആളുകൾ ഇപ്പോഴെന്തേ വഴിമാറിയിട്ട് ആ ആരോപകന്മാര് അന്ന് ഈ സമൂഹത്തിൽ പരത്തിവിട്ട അതേ വാദങ്ങളെ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെവിടെ ഇനി വിശ്രമിച്ചോ, ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന നിലക്ക് കേരളം മുഴുവൻ ഈ ആശയത്തെ വികലമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന കക്ഷികളാരോ അവരെയാണ് സമൂഹം തിരിച്ചറിയേണ്ടത്. അവർക്കാണ് അബദ്ധം സംഭവിച്ചിരിക്കുന്നത്, അവർക്കാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്, അവരാണ് ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത്. മുജാഹിദുകൾ ഈ വിഷയത്തിൽ പണ്ടെന്ന് പറഞ്ഞു, അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അതേ, ഇസ്ലാഹ് മാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു. അതേ, ഇസ്ലാഹ് മാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നു എന്ന്, അതേ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ, അതേ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാനെന്തിന് നിഷേധിക്കണം? പോയിട്ടുണ്ട്. മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത്, മറിച്ച് എന്തിനാ പോയത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു വിശദീകരണം ആവശ്യമാണ്. അതേ, ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് 2008 ജനുവരിയിലെ ഇസ്ലാഹ് മാസികയിൽ കൊടുത്തത്. എന്താ? ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു, തിരുത്തുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതിൽ നിന്ന് വരുമോ? ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതിക്കൊടുത്തില്ലേ? മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ, അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത്? എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ? അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ? എങ്കിൽ അവരും ഞാനും കൂടി ചേർന്ന് എഴുതിയതിൽ എന്തേ അക്കാര്യം പറയാതെ മൂടിവെച്ചത്? എന്തേ അന്നത് ശിർക്കാണെന്ന് എഴുതിവെക്കാഞ്ഞത്? മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത്? അതിൽ നിന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ രൂപത്തിൽ അതാ മുശ്രിക്കാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. ഇതെന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇതെന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, ഇസ്ലാമികമായ ആശയങ്ങളെ വികലമാക്കുന്നവരവസ്ഥ
ജിന്നും ശൈത്താനുമൊക്കെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാനുള്ള ഒരവസ്ഥയോളം എത്തി എന്ന ചിന്ത. അള്ളാനെ പേടിക്കും പോലെ തന്നെ ഇപ്പോ ശൈത്താനെയും പേടിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടായി എന്ന് പറയാൻ മാത്രം ചില പ്രത്യേകമായ മാനസികമായി എന്തോ സംഭവിച്ചു പോയ ആളുകൾ ആ രൂപത്തിലൊക്കെ സമൂഹത്തിൽ പ്രചരണം വന്നപ്പോൾ ജിന്നിന്റെയും ശൈത്താന്റെയും പേരിലാണല്ലോ മുജാഹിദുകളുടെ മേൽ ഈ ശിർക്ക് ആരോപിക്കുന്നത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നേതൃത്വം മനസ്സിലാക്കിയപ്പോൾ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ എന്ന വ്യാഖ്യാനത്തിൽ നിന്ന് ജിന്നും ശൈത്താനും എന്ന പേരിൽ വന്നിട്ടുള്ള ഒരു വ്യാഖ്യാനക്കുറിപ്പ് പ്രത്യേകമായി തന്നെ പുസ്തകമായി എടുത്ത് പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ആ പുസ്തകത്തിന്റെ പുതിയ പതിപ്പാണിത്. ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങുന്നത് 2008 തേർഡ് എഡിഷൻ ഇറങ്ങുന്നത് 2012 അതെ, ഇതിന്റെ മൂന്നാമത്തെ പതിപ്പാണ്. ഈ പുസ്തകത്തിന്റെ 2012 ഇറക്കിയ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നിന്ന് എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കിക്കോ, തിരുവനന്തപുരത്തുള്ളവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ മനസ്സിലാക്കിക്കോ, മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞവരെ ഒറ്റക്കെട്ടായി 2012 വരെ നമ്മൾ എതിർത്തവരാണ്. കേട്ടോ ഇതിന്റെ ആമുഖത്തിൽ പറയുന്നത്? കേട്ടോ, ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNMകാരുടെ വാദമെന്ന്. ഇത് ശിർക്കാണല്ലോ. കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചുമാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ നദീം, വമ്പിച്ച അപരാധം തന്നെ. മുജാഹിദുകൾ ജിന്നിനെ വിളിക്കുന്നു, മലക്കിനെ വിളിക്കുന്നു, ശൈത്താനെ പേടിക്കുന്നു, അല്ലാഹനെ പേടിക്കും പോലെ ആ നിലക്കൊക്കെയുള്ള അഭൗതികമായ പേടിയും അഭൗതികമായ സഹായവും അഭൗതികമായ ഗുണപ്രതീക്ഷയും ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ടതാ ജിന്നിനെ വിളിച്ച് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നാണ് KNMകാരുടെ വാദമെന്ന് ഇതില്ലെന്ന് പിന്നിത്തെറിച്ചു പോയിട്ടുള്ള കക്ഷികൾ 2005 6 7 8 ഒക്കെ പറഞ്ഞപ്പോൾ പുസ്തകം എഴുതിക്കൊണ്ട് ആമുഖത്തിൽ KNM തുറന്നു പറഞ്ഞു, ഇത് ബുഹ്താനുൻ നദീം, KNMകാരുടെ മേലുള്ള മുജാഹിദുകളുടെ പേരിലുള്ള വമ്പിച്ച അപരാധം തന്നെ. അപരാധമാണെന്ന് KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാ പറയുന്നത്. അത് മൗലൈമാരെ, നിങ്ങൾ ഇപ്പോഴാ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, പണ്ട് നിങ്ങൾക്കാവാദമല്ല, ഇപ്പൊ കുറച്ചു കൊല്ലമായി എങ്കിൽ 2012 നിങ്ങൾക്കെന്തേ ആമുഖത്തിൽ അതൊന്നു പറഞ്ഞുകൂടായിരുന്നോ? അപ്പോഴും പറഞ്ഞില്ലല്ലോ, അപരാധമെന്നല്ലേ പറഞ്ഞത്. ഈ ആയത്ത് എവിടെയാ വന്നത്? സൂറത്തുൻ നൂറിലാണ്. നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും സംബന്ധിച്ച് മദീനയിലെ മുനാഫിഖീങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. അവരവിഹിതമായി ബന്ധപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹ്, ഏറ്റവും വലിയ അപരാധമല്ലേ നമ്മുടെ ഉമ്മയെ കുറിച്ച് പറഞ്ഞത്, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. അത് ഏറ്റുപാടാൻ സമൂഹത്തിൽ മുനാഫിഖീങ്ങൾ തയ്യാറായപ്പോ അതിന്റെ ശരികേടും നെറികേടും അറിയാതെ പലരും അതിൽ പെട്ടുപോയില്ലേ? പലരും അതിന് പ്രചരണം കൊടുത്തില്ലേ? ആ സമയത്ത് അതേ ഒരു മാസക്കാലം ആരോപണം നാട്ടിൽ മുഴങ്ങി. അവസാനം ഖുർആൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്കെന്ത് പറ്റിപ്പോയി ജനങ്ങളെ? ആരോപകന്മാര് പച്ചക്കള്ളം ആരോപിച്ചുകൊണ്ട് നടക്കുമ്പോ എന്താണതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ നിൽക്കാതെ നിങ്ങൾക്കത് കേട്ടപ്പോൾ വലൗലായിരു സമയത്തുമോ ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ
സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ നദീം. ഈ ആയത്ത് വന്ന സന്ദർഭം മുസ്ലിമേ പഠിച്ചു വെച്ചോ. അതേ, നിങ്ങൾ ഈ കള്ളവാർത്ത കേട്ടപ്പോ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ, ഞങ്ങളുടെ നാവിത് പറയാൻ കൊള്ളില്ല, ഇത് ഗുരുതരമായ ആരോപണം തന്നെ എന്നെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? വ്യഭിചരിച്ച മനുഷ്യനും അവന് തൗബയുണ്ട്, അല്ലാഹു ഒരുപക്ഷേ പുറത്തു കൊടുത്തേക്കും. അതിനേക്കാൾ പാതകമല്ലേ ഒരാളുടെ മേൽ ശിർക്ക് ആരോപിക്കൽ? മുജാഹിദുകളെ, നിങ്ങൾ ശിർക്കിലേക്ക് പോയി, നിങ്ങൾ മുശ്രിക്കുകളായി പോയി. നിങ്ങൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് എന്ന ആരോപണം പറയുമ്പോ സൂക്ഷിച്ചോളണേ. അത്തരം ആളുകളോട് പണ്ടേ KNM-ന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിലാ, കഴിഞ്ഞ കൊല്ലം വരെ ഇറക്കിയ പുസ്തകത്തിലാ പറഞ്ഞത്, ഇത് വമ്പിച്ച അപരാധമാണ് കേട്ടോ, ഇതിൽ അല്പം പോലും സത്യത്തിന്റെ അംശമില്ല. ഇത് പ്രസിദ്ധീകരിച്ച ആളുകൾ ഇപ്പോൾ എന്തേ നിങ്ങൾ മാറിച്ചവിട്ടിയത്? ഇപ്പോഴെവിടെന്നേ ഒരു ശിർക്ക് വന്നത്? ഏത് മുജാഹിദാ റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ആരാണ് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത്? ആരാണത് അനുവദനീയമാണെന്ന് പറഞ്ഞത്? ആരാണത് പാടുള്ള സംഗതികളുടെ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചത്? ഇല്ല ഇല്ല. എത്ര ദുരാരോപണങ്ങൾ പറഞ്ഞാലും മുജാഹിദ് കേരളം ഉത്ബുദ്ധരാണ്. അവർക്കറിയാം, അവരവരുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന തൗഹീദ്, ലാ ഇലാഹ അത് വിട്ടുകൊടുക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് പടച്ച തമ്പുരാനെ മാത്രം, റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ച് ഒരു നുണ 100 ആവർത്തി 100 സ്ഥലത്ത് പറഞ്ഞാലും അത് സത്യമാകുമെന്ന ധാരണ ആർക്കെങ്കിലും അധികാരത്തിന്റെ പവർ കൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ, സർവാധികാരങ്ങളുടെയും അധികാരിയായ സർവാധിരാജനായ റബ്ബിനെ ഭയപ്പെട്ടോ. ആരോപണങ്ങൾ അതേ സൂക്ഷിച്ചുകൊണ്ട് പറയണം. നമ്മൾ ആലോചിച്ചു നോക്കൂ. ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താണോ പഠിപ്പിച്ചതെങ്കിൽ അതിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നത് പലപ്പോഴും പ്രമാണങ്ങളില്ലെന്ന് അകന്നു പോകുമ്പോഴാണ്. ആലോചിക്കണം. ഇനിയും എന്റെ പ്രിയപ്പെട്ടവര് ചിന്തിച്ചോ, നമ്മെപ്പറ്റിയുള്ള ആരോപണം എന്താണ്? അതേ, ഇവരെ അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അന്ധവിശ്വാസമാണ് കൊണ്ടു നടക്കുന്നത്. ബുദ്ധിക്ക് യോജിക്കാത്തതാ പറയുന്നത്. എല്ലാം ബുദ്ധിക്ക് യോജിക്കുന്നതേ അംഗീകരിക്കാമോ എന്നുണ്ടോ പ്രിയമുള്ളവരെ? ഖുർആൻ വായിക്കുന്ന മുസ്ലിമേ, നീ എന്തെല്ലാം ഖുർആനിക ചരിത്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഒരു കൂട്ടം ആളുകളതാ അൽ-കഹ്ഫ്, അതേ ഗുഹയിൽ കയറിയിട്ട് 300-ലേറെ കൊല്ലം സുഖമായി ഉറങ്ങിക്കിടന്നു എന്ന് പറയുന്നു. 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ ഉണർന്നതെന്ന്, 300-ൽ ചില്ലാനം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ ഉണരുന്നത് എന്ന് ഖുർആൻ പറയുന്നു. നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലേ? നമ്മളത് വിശ്വസിക്കുന്നില്ലേ? തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഒരു പ്രവാചകൻ ഒരു കപ്പൽ യാത്രയിൽ കടലിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. യൂനുസ് അലൈഹിസ്സലാം, ആ പ്രവാചകനെ ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ഭീമാകാരനായ ഒരു മത്സ്യം വന്നുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാമിനെ വിഴുങ്ങിക്കളഞ്ഞു. പിന്നീട് അതേ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഖുദ്റത്ത് മുഖേന മഹാനവറുകളെ ആ മീൻ പിന്നെ കരയിലേക്ക് പോയി തുപ്പിക്കളഞ്ഞു. ആ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട ഒരു പ്രവാചകനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങളെ? നമുക്കെന്തേ അത് വിശ്വസിക്കാൻ വല്ല തടസ്സവുമുണ്ടോ? ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഖുർആനിൽ പറഞ്ഞ മാനുഷികമായ ഒട്ടേറെ മുഅ്ജിസത്തുകളുണ്ട്. ഹദീസുകളിൽ വന്നിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു എന്ന അത്ഭുതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായി. അതേ, എത്ര കൃത്യമായിട്ടാണ് ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അത് വിവരിച്ചത്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടല്ലോ. പക്ഷേ ചിലർക്ക് ഖുർആനിലെ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഹദീസുകളിലെ പലതും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്താണ് ന്യായം? ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിയാണ് വലുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിയാ വലുത്. ഞങ്ങൾ ഖുർആനും ഹദീസൊക്കെ നോക്കിയിട്ട് ഞങ്ങളുടെ ബുദ്ധിയിൽ ഒന്ന് ടാറ്റി കുറുക്കി ഒന്ന് പരിശോധിക്കും.
എന്നിട്ട് അതാ ബുദ്ധിക്ക് യോജിക്കുന്നതെടുക്കും. അവരാണ് അഖലാനികൾ. എന്താ അഖലാനി എന്ന് പറഞ്ഞാൽ അഖിലിന് നഖിലിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നവൻ, ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നവൻ. ആയത്തിലുണ്ടായാലും ശരി, ഹദീസിലുണ്ടായാലും ശരി, ബുഖാരിയിലുണ്ടായാലും ശരി, ബുഖാരിയല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ ആ ഹദീസുകളൊന്നും സ്വീകരിക്കൂല എന്ന് അഭിമാനത്തോടെ ഇപ്പോഴും അത്തരം ആളുകൾ എഴുതിവിടുന്നു. ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസുകൾ ബുഖാരിയല്ല ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നതാണ് എന്റെ നിലപാട് എന്ന് ഒരു ചങ്ങാതിയതാ എഴുതിവിടുന്നു. ഇങ്ങനെ മതയുക്തിവാദികൾ അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒട്ടേറെ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള സംഭവങ്ങളെ അവർ അടച്ചാക്ഷേപിക്കുന്നു, നിഷേധിക്കുന്നു. ആ രൂപത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് ബാധിക്കുമോ ഇല്ലേ, അതൊക്കെ ഇന്നിവിടെ ചർച്ച കഴിഞ്ഞതാ. ഇവിടെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബഹുമാന്യനായ എന്റെ സ്നേഹിതൻ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇൽമും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തോടുള്ള ചോദ്യോത്തര വേളകളിൽ സിഹിർ സംബന്ധമായ വിഷയങ്ങൾ കൃത്യമായി തന്നെ അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹിർ ബാധിച്ചോ ഇല്ലേ എന്ന പ്രശ്നം വലിയ പ്രശ്നമായി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. പ്രമാണബദ്ധമായി അദ്ദേഹം അത് ഇന്നും വിശദീകരിച്ചിട്ടുണ്ട്, ഇന്നലകളിലും വിശദീകരിച്ചിട്ടുണ്ട്. അതേ ഇൽമിയായ അത്തരത്തിലുള്ള സീഡികൾ, കാസറ്റുകൾ നിങ്ങൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പ്രമാണങ്ങളെ അതേ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടതെങ്കിൽ അതേ രൂപത്തിൽ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് മുജാഹിദുകളെ കുറിച്ച് പറയുന്നു, മുജാഹിദീങ്ങളിതൊന്നും പണ്ട് അംഗീകരിച്ചിരുന്നില്ല. കണ്ണേറ് അത് അംഗീകരിക്കാത്തവരായിരുന്നു, സിഹിർ അത് അംഗീകരിച്ചിട്ടില്ല, മന്ത്രോ റുഖിയയോ അതൊന്നും മുജാഹിദീങ്ങൾക്ക് പരിചയമില്ല, മന്ത്രം അതൊക്കെ ശിർക്കല്ലേ എന്ന് ചോദിക്കുകയാണ് മഹാനായ കെ എം മൗലവി, കേരള ഋതുവത്തുൽ മുജാഹിദീനിന്റെ പ്രഥമ പ്രസിഡന്റ്, ആദ്യകാല പ്രസിഡന്റ് കെ എം മൗലവി മഹാനവറുകൾ എഴുതിയിട്ടില്ലേ, അതെ ജിന്ന് ബാധിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി എന്താണ് ചികിത്സ ചെയ്യേണ്ടത്? ഇസ്ലാമിൽ അംഗീകൃതമായ ആ രൂപത്തിലുള്ള റുഖിയകളും മന്ത്രങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ മന്ത്രിക്കാവുന്നതാണെന്ന് എഴുതിയില്ലേ? കണ്ണേറിന്റെ കാര്യത്തെ സംബന്ധിച്ച് മുഹമ്മദ് അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷയിലില്ലേ? ഇസ്ലാമിക ജീവിതം എന്ന ഗ്രന്ഥത്തിലില്ലേ? മന്ത്രത്തിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ സൂറത്തുൽ ഫലഖിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ആരാണ് മന്ത്രങ്ങളെ എതിർത്തത്? വിവേചിച്ച് പഠിക്കണം, വിവേചിച്ച് മനസ്സിലാക്കുന്നില്ല, കാര്യങ്ങൾ വിവേചിച്ചറിയുന്നില്ല. ആ രൂപത്തിൽ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ വിവേചിച്ചു പഠിച്ചു മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും. ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പ്രബോധനത്തിൽ എഴുതി അവർ സാധാരണ എന്താ പറയാറുള്ളത്? ജമാഅത്തുകാർ അവർ പറയും, ഞങ്ങളൊരു പാർട്ടിയെയും ആക്ഷേപിക്കുന്നില്ല, ഞങ്ങൾ എല്ലാവരോടും വളരെ സമദൂരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾക്ക് ആരും പ്രശ്നമില്ല. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എഴുതിവിടുന്നത് എന്താ? അവർ ശിർക്കിലേക്ക് ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ശിർക്കൻ വിശ്വാസങ്ങൾ, കുഫിരിയത്ത് വിശ്വസിക്കുന്ന ആളുകളാണ്. സഹീഹുൽ ബുഖാരിയിൽ ഉണ്ടായാലും അത്തരം ശിർക്ക് കുഫറുകളെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് എഴുതിവിട്ടുകൊണ്ട് ഈ രൂപത്തിലുള്ള ഹദീസ് നിഷേധത്തിന്റെ പ്രവണതയിലേക്ക് അവരും അതാ ഒന്നിച്ചു ചേരുകയാണ്. ഇവിടെയാണ് സത്യമായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഉള്ളത് പോലെ നിലനിൽക്കണം. ആർക്കരോചകമാണെങ്കിലും അത് നിലനിൽക്കണം. ഉള്ളതുപോലെ പറയണം. മഹാഭൂരിപക്ഷവും അതിനെ എതിർത്താലും ശരി. എന്താ മഹാഭൂരിപക്ഷവും എതിർക്കുന്ന കാര്യം, മഹാഭൂരിപക്ഷവും അംഗീകരിക്കുന്ന കാര്യം, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ സത്യോ അസത്യമൊക്കെ തീരുമാനിക്കാൻ നിന്നാൽ ഒരിക്കലും കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയൂല. അതുകൊണ്ട് എന്ത് വേണം? ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ നടക്കണം. ആ പഠനത്തിലേക്ക് വിശ്വാസരംഗത്തും ആചാരരംഗത്തും കർമ്മരംഗത്തുമൊക്കെ അനിവാര്യമായ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും സ്വഭാവ പെരുമാറ്റ രീതികളുമൊക്കെ
കൃത്യമായി ആളുകളിലേക്ക് സന്നിവേശിപ്പിച്ചു കൊടുക്കുന്ന പരിപാടികൾ മുജാഹിദ് പ്രസ്ഥാനം നിർത്തിയിട്ടില്ല. ആരെ ബഹിഷ്കരിക്കപ്പെട്ടാലും, ആരെ പുറത്താക്കിയാലും, ആരെ മാറ്റി നിർത്തിയാലും ജനമനസ്സുകളിൽ നിന്നവർ കുടിയൊഴിഞ്ഞു പോവുകയില്ല. കാരണം അവർക്ക് സത്യം കേൾക്കണം, അവർക്ക് സത്യം മനസ്സിലാക്കണം. അത് യുവജനങ്ങളിൽ നിന്നും ആ പ്രവണത നിലനിൽക്കുന്നു, വിദ്യാർത്ഥി വിഭാഗത്തിലും അത് നിലനിൽക്കുന്നു. അതാണ് മലപ്പുറത്ത് വരാനിരിക്കുന്ന സമ്മേളനം. 3 ദിവസങ്ങളിലായി മാർച്ച് 8, 9, 10 തീയതികളിലായി മലപ്പുറത്തൊരുക്കിയ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്ന കൃത്യമായ പ്രോഫ്കോൺ സമ്മേളനമുണ്ട്. പലർക്കും അത് വല്ലാത്ത ആലോസരമുണ്ടാക്കുന്നുണ്ട്, മുടക്കാനുള്ള ശ്രമങ്ങളുണ്ട്, അധികാരം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സർവാധികാരിയായ അള്ളാഹുവിന്റെ കാവൽ നമുക്കുണ്ടാകും, അള്ളാഹുവിന്റെ കാവലുണ്ടാകും. അതുകൊണ്ട് ആ മക്കൾക്ക്, വളർന്നു വരുന്ന തലമുറക്ക് ശരിയായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് പകർന്നു കൊടുക്കണം. അതിനുള്ളതാ പ്രോഫ്കോണിന്റെ 3 ദിവസത്തെ പരിപാടികൾ, കൃത്യമായി തയ്യാറാക്കപ്പെട്ട പ്രോഗ്രാമുകൾ. അതിലേക്ക് നിങ്ങളുടെ പരിചയക്കാരുടെയും നിങ്ങളുടെയും ഒക്കെ പ്രൊഫഷണൽ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണം, അവരെ അതിന് പ്രോത്സാഹിപ്പിക്കണം. എത്രയോ കലാലയങ്ങൾ കഴിഞ്ഞകാല പ്രോഫ്കോണുകളുടെ മധുരം അനുഭവിച്ചുകൊണ്ട് തഖ്വാ മേഖലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നു വന്നു. ശിർക്കൊഴിവാക്കിയ വിദ്യാർത്ഥികൾ ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം വാചികമായി ഒതുക്കി വെക്കാതെ പ്രവൃത്തി രംഗത്തവര് കാണിച്ചു. ഹബീബിന് ഇഷ്ടമുള്ള താടി അവർ വളർത്തി, ഹബീബിന് ഇഷ്ടമുള്ള തുണി അവര്, അതെ, വസ്ത്രം എങ്ങനെ ഉടുക്കണോ അങ്ങനെ തന്നെ അവർ ഉടുത്തു. എന്തേ പലർക്കും വല്ലാത്ത വിഷമമായി, കളിയാക്കൽ തുടങ്ങി. പക്ഷേ വിദ്യാർത്ഥികളുടെ മനസ്സിന് കുലുക്കമില്ല, ഒരു പതറലുമില്ല. അവര് വിശ്വാസവും ആചാരവും ഉൾക്കൊണ്ടപ്പോൾ നബിതങ്ങളോടുള്ള മഹബ്ബത്ത് അവരുടെ മനസ്സില്ലതെ കൃത്യമായി രൂഢമൂലമായപ്പോൾ അതവരുടെ പ്രവർത്തനങ്ങളിൽ നേലിച്ചു കണ്ടു. ആ രൂപത്തിൽ അതാ വിശ്വാസത്തിലും കർമ്മങ്ങളിലും മാറ്റം വന്നതുപോലെ അവർക്ക് മനസ്സിലായി ഹറാം ഹലാലുകൾ എന്താണെന്ന്. എന്തൊക്കെ ഇന്ന് ഹലാലുകൾ എന്ന പേരിൽ ഹറാമുകൾ രംഗത്തുണ്ടെന്ന ഉത്ബോധനം അവർക്ക് പ്രോഫ്കോണുകളിൽ നിന്ന് കിട്ടി. അപ്പോൾ അതുവരെയും 24 മണിക്കൂറുമെന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലക്ക് ഇരുചെവികളിലും വാക്ക്മാന്റെ പ്രത്യേകമായ രൂപത്തിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് മ്യൂസിക്കുകളുടെ ലോകത്ത്, സംഗീതങ്ങളുടെ ലോകത്ത്, സിനിമകളുടെ ലോകത്ത്, സീരിയലുകളുടെ ലോകത്ത് അതേ വിരാജിച്ചിരുന്ന മക്കളിതാ ഇന്ന് അവയൊക്കെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തവർ ഖുർആൻ കേൾക്കുന്നു, ഹദീസ് കേൾക്കുന്നു. അവരുടെ ചുണ്ടുകളിൽ ഹബീബ് പഠിപ്പിച്ച ദിക്റുകൾ അവർ ഉരുവിടുന്നു. രാവിലെ എഴുന്നേറ്റാൽ ചൊല്ലുന്ന പ്രാർത്ഥന അറിയാവുന്ന അതേ എത്രയോ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പ്രൊഫഷണൽ വിദ്യാർത്ഥികളുണ്ട്. അവർക്കതെവിടെ നിന്നാ പഠിപ്പിച്ചത്? അവർ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളിൽ നിന്ന്, അതേ അവരുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കിട്ടിയതല്ല. MSMകാരൊരുക്കിയ ഈ രൂപത്തിലുള്ള പ്രത്യേകമായ സംവിധാനങ്ങളിലൂടെ അവർ നേടിയെടുത്തതാണ്. ആ സംവിധാനം ഇനിയും ഉറക്കെ പറയാൻ അരുത് മക്കളെ. നമുക്ക് മ്യൂസിക് എന്ന പരിപാടിയില്ല. നമ്മുടെ ഹബീബ് അത് ഹറാമിന്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത് എന്ന് നട്ടെല്ല് നിവർത്തി പറയാൻ ധൈര്യമുള്ള ഒരു പ്രോഫ്കോൺ ഉണ്ടെങ്കിൽ അത് ഈ വരും ദിവസം മലപ്പുറത്ത് നടക്കുന്ന പ്രോഫ്കോൺ മാത്രമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലയകൂനന്ന ഫീ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. എന്റെ സമുദായത്തിൽ കുറെ ആളുകൾ വരിക തന്നെ ചെയ്യും. അവർ മദ്യം അനുവദിച്ചു കൊടുക്കും. മദ്യം ഹറാമാണല്ലോ, അത് അനുവദിക്കാൻ ആളുണ്ടാകും. പുരുഷലോകത്തിന് പട്ടുവസ്ത്രം നിഷിദ്ധമല്ലേ, അത് അനുവദിച്ചു കൊടുക്കാൻ ആളുണ്ടാകും. അതുപോലെ തന്നെ വ്യഭിചാരം, വ്യത്യസ്ത പേരുകൾ, ഡേറ്റിംഗ്, മെയ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ പേരിൽ അത് അനുവദിച്ചു കൊടുക്കാൻ ആളുണ്ടാകും. വൽ മആസിഫ, സംഗീതോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെയും അനുവദിക്കുന്ന അവസ്ഥ വരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതില്ലെന്ന് സർവ്വ മുസ്ലിമീങ്ങളും പഠിച്ചു വെച്ചില്ലേ? സംഗീതോപകരണങ്ങളുടെ, വാദ്യോപകരണങ്ങളുടെ മേമ്പടിയോടുകൂടെയുള്ള പാട്ടും സംഗീതവും ആട്ടവും പാട്ടും കൂത്തും താളവും നൃത്തനൃത്യങ്ങളും മുസ്ലിമേ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് മുജാഹിദുകളെ, സർവ്വ മുസ്ലിമീങ്ങളെയും നമ്മൾ
കാര്യങ്ങളല്ലേ പഠിപ്പിച്ചത്. അത് പഠിച്ച എത്രയോ ഉമ്മമാര് സിനിമയോട് വിട പറഞ്ഞു, സീരിയലുകളോട് വിട പറഞ്ഞു. അവരുടെ കാതുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈരടികൾ കയറാൻ തുടങ്ങി. അവരുടെ മനസ്സുകൾ തഖ്വ കൊണ്ട് നിറഞ്ഞു. അവരുടെ കണ്ണുകൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തഖ്വ വന്നപ്പോൾ ഈറനണിഞ്ഞ കണ്ണുകളാണ്. അവരുടെ കണ്ണുകൾ ചുവന്നു തുടുത്തു. സീരിയലുകളുടെയും സിനിമകളുടെയും മുമ്പിൽ ഉറക്കമിളച്ച് കണ്ണിന് ചോപ്പ് വന്നതല്ല, മറിച്ചു പടച്ചറമ്പുരാന്റെ വചനങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചപ്പോൾ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, അതേ ഭയപ്പെടുന്നവർക്ക് ഖുർആൻ കേട്ടാൽ വല്ലാത്ത ഭയം തന്നെ. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ യുവതി യുവാക്കളെ മാറ്റിയെടുത്ത ഈ പ്രോഫ്കോൺ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ആർക്കാണ് ധൈര്യമായി ഹദീസ് ഓതിക്കൊണ്ട് സിനിമക്കെതിരെ, സീരിയലുകൾക്കെതിരെ, ഈ രൂപത്തിലുള്ള ആഭാസ നൃത്യങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഈ വരുന്ന പ്രോഫ്കോണിൽ മലപ്പുറത്ത് നടക്കുന്നവർക്കല്ലാതെ ആധികാരികമായിട്ടത് പറയാൻ ആർക്കാണ് ഇനി ധൈര്യമുണ്ടാവുക? കാരണം എന്തെന്നല്ലേ, ഞങ്ങളാണ് KNM എന്ന് പറഞ്ഞുകൊണ്ട് KNMന്റെ ലെറ്റർ പേടും സീലും അവകാശപ്പെടുന്ന നേതാക്കളെ നിങ്ങൾ എന്താ ചെയ്തത്? നാളിതുവരെയായി മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ഈ മേഖലയിലെ വിജ്ഞാന സംരംഭങ്ങളിലൂടെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടുള്ള ഈ സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ചവരെ മുഴുവൻ മനസ്സുകളെ നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പിന്തുണ പതിച്ച് നൽകിയില്ലേ? അതേ വൈസ് പ്രസിഡന്റിനെ പറഞ്ഞയച്ചുകൊണ്ട് ചാനലിലേക്ക് പറഞ്ഞയച്ചു കൊടുത്തില്ലേ? അതേ അവര് പരസ്യം കൊടുത്തപ്പോ നമ്മളൊക്കെ ചിന്തിച്ചു, ഫെബ്രുവരി 10 ശേഷം ഇനി മലയാളം ചാനൽ മുമ്പത്തെ പോലെ ആയിരിക്കൂല. പക്ഷേ ഇപ്പോഴാ മനസ്സിലായത് ശരിയാണാ പറഞ്ഞത്. കാരണം ഇന്ന് വരെ ഒരു സിനിമ സീരിയൽ ചാനലിന് KNM പിന്തുണ കൊടുത്തിട്ടില്ല. KNM അതിനുവേണ്ടി ദുആ ചെയ്തിട്ടില്ല. KNMന്റെ ദുആയോടെ ഇറങ്ങിയ വന്നുണ്ടെങ്കിൽ അത് ഫെബ്രുവരി 10 മാത്രം തന്നെയാണ്. അതുകൊണ്ട് ഫെബ്രുവരി 10 ശേഷം ഇനി മലയാളം ചാനൽ മുമ്പത്തെ പോലെ ആയിരിക്കൂല. ശരിയാ. കാരണം എന്താ? KNMകാർ പിന്തുണ പതിച്ചു നൽകി. പ്രസിഡന്റ് പോയി പങ്കെടുത്തു. നിങ്ങൾക്കെല്ലാ ആശംസകളും. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. പ്രസിഡന്റ് ഉംറക്ക് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ മഹാനവറുകൾ തന്നെ ഇവിടെ വരുമായിരുന്നു. പക്ഷേ വന്നിട്ടില്ല. ഉംറക്ക് പോയപ്പോ എന്നോട് പ്രത്യേകം വിളിച്ചു പറഞ്ഞതാണ്, പോയിട്ട് നമ്മുടെ ആശംസ പറയണം. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന്റെ സർവ്വ പിന്തുണയും പറഞ്ഞുകൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇഖ്ലാസോടെ പ്രാർത്ഥിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുത്തില്ലേ? ചിന്തിച്ചോളണം, നിങ്ങളിരിക്കുന്ന കസേര ഏതാണെന്ന്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളിരിക്കുന്ന കസേര ഏതാണെന്ന്? നിങ്ങൾ പിന്തുണ പതിച്ചു കൊടുത്തോ? വ്യക്തിപരമായി നിങ്ങൾ പോയിട്ട് പിന്തുണ പതിച്ചു കൊടുത്തോ? നമുക്കതിൽ തർക്കമില്ല. ഏത് വ്യക്തിയാണ് കുറ്റത്തിൽ നിന്നൊഴിവായ മഅ്സൂമീങ്ങളുള്ളത്? ആർക്കാണ് ഇവിടെ തെറ്റുകൾ സംഭവിക്കാത്തത്? വ്യക്തിപരമായ കാര്യങ്ങളല്ലല്ലോ പ്രശ്നം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയുടെ മൊത്തക്കുത്തക നിങ്ങൾ പതിച്ചു കൊടുത്തുകൊണ്ട് സർവ്വ പിന്തുണയും നിങ്ങൾ കൊടുത്തില്ലേ? എന്താണ് ആ ചാനലിന് വലിയ പ്രത്യേകതയുമുണ്ടോ? മുമ്പ് നടക്കുന്ന ചാനലുകളിലുള്ളതൊക്കെ അതിലുമുണ്ട്. പേരൊന്നു മാറുന്നുണ്ട്, സീരിയലുകളുണ്ട്, സിനിമകളുണ്ട്, റിയാലിറ്റി ഷോകളുണ്ട്, പേരിൽ മാത്രം വ്യത്യാസമുണ്ട്. അതേ പലപ്പോഴും അതാ തട്ടമിട്ട വാർത്ത വായിക്കുന്നവൾ എന്ന് പറയുന്നു. അവൾക്ക് മാത്രമാണോ നിയമമുള്ളത്? മറ്റുള്ളവർക്കൊന്നും ആ നിയമം ബാധകമല്ലേ? അതൊന്നും ആരോട് ചോദിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുള്ള മണ്ണാണ്. പക്ഷേ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പരിപാവനമായ ഈ പ്രസ്ഥാനത്തെ ആ പ്രത്യേകമായ ഒരവസ്ഥയിൽ കൊണ്ടുപോയിട്ടവിടെ ആലയിൽ പോയി കെട്ടിയിട്ട് കൊടുത്ത് വഷളാക്കിയ നേതാക്കളെ, നിങ്ങളോടുള്ള സർവ്വബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങളിത് ചെയ്യരുതായിരുന്നു. വേദനയുണ്ട്. എന്തുകൊണ്ടെന്നോ, നിങ്ങളിരിക്കുന്ന ആ പദവിയിൽ മുമ്പ് ചില നേതാക്കൾ ഇരുന്നിട്ടുണ്ട്. ആരാണവരെന്ന് നിങ്ങൾ അറിയണം. മഹാനായ KM മൗലവി ഇരുന്ന കസേരയാണത്. കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ ആദ്യമായിട്ടതാ 1950 കേരള നദുവത്തുൽ മുജാഹിദീൻ രൂപീകരിക്കുമ്പോ അതേ അതിൽ മെമ്പറായി ചേരുന്നവരോട് അന്നതിന്റെ പ്രഥമ പ്രസിഡന്റ് KM മൗലവിയാണ്.
അതിന്റെ സെക്രട്ടറിമാരിൽപ്പെട്ടതാണ് ഉമർ മൗലവിയുണ്ട്, ഇ.കെ. മൗലവിയുണ്ട്. അങ്ങനെ മഹാന്മാര് പടുത്തുയർത്തിയ കേരള നദുവത്തുൽ മുജാഹിദീൻ, അതിൽ ചേരുന്ന ആളുകൾ മനസ്സുകൊണ്ടെന്താ തീരുമാനമെടുക്കേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, നിങ്ങൾ ചാനലിന്റെ ഉദ്ഘാടനത്തിൽ ഈ വചനം കൊണ്ടുപോയിട്ട് അവഹേളിച്ചില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സലാത്ത് ചൊല്ലിയിട്ട നേതാവിന്റെ മുഖത്തേക്ക് ആദർശത്തിന്റെ ആ കൃത്യമായി ഈ സമൂഹത്തോട് അരുത് മക്കളെ. കണ്ണിന്റെ വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യമെണ്ണിനെ നോക്കൽ, കാതുകളുടെ വ്യഭിചാരമാണ് അശ്ലീലം കേൾക്കൽ, കയ്യിന്റെ വ്യഭിചാരമാണ് പെണ്ണിനെ തൊടൽ. ഈ മേഖലയിൽ കൃത്യമായി ഇസ്ലാമിന്റെ സിദ്ധാന്തം പഠിപ്പിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരും പറഞ്ഞിട്ട് റഹ്മാനായ റബ്ബിന്റെ നാമത്തിൽ നിങ്ങൾ ഈ മഹത്തായ സംഘടനയുടെ സർവ്വ പിന്തുണയും നിങ്ങൾക്ക് സമർപ്പിക്കാൻ ആരാണ് അധികാരം തന്നത്? ആരാണ് നിങ്ങൾക്ക് അതിന് അധികാരം തന്നത്? അതെ, ഇതിന്റെ തുടക്കത്തിൽ മെമ്പറായി ചേരുമ്പോ എന്താ ചൊല്ലാൻ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരു അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കൃത്യമായി 1950 അതേ അൽമനാറിൽ വന്ന പ്രതിജ്ഞയാണിത്. ആലോചിക്കണം. ഈ KNMന്റെ പിന്തുണയാ നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിച്ചത്. വേദനയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി നിങ്ങൾക്കെന്തും സ്വീകരിക്കാം, പക്ഷേ ഒരു സംഘടനയുടെ മൊത്തക്കുത്തക നിങ്ങൾ കൊണ്ടുപോയിട്ട് സമർപ്പിച്ചില്ലേ? മാത്രമല്ല, ഉംറക്ക് പോകുമ്പോ കൊടുക്കാൻ കണ്ടൊരു വസിയത്ത് വല്ലാത്ത വസിയത്തായി പോയി. അതെ, കേരളത്തിലെ മിമ്പറുകളിൽ നിന്ന് മൗലവിമാരെ ഇറക്കിവിടേണ്ടി വന്നാലും, അതേ ഒരുപാട് പ്രഭാഷകന്മാരെ മാറ്റി നിർത്തണം എന്ന സർക്കുലർ അയക്കേണ്ടി വന്നാലും അതൊക്കെ നടന്നോട്ടെ, കുഴപ്പമുണ്ടായിക്കോട്ടെ, പക്ഷേ നമ്മുടെ ചാനലിന് നമ്മുടെ പിന്തുണ പരിപൂർണമായും കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതേ എന്ന് പറഞ്ഞ് വിളിച്ചു പറയാൻ മാത്രം ഇത്ര പ്രൗഢഗംഭീരമായ വല്ലാത്തൊരു കാര്യമല്ലേ നടന്നത്? ഞാൻ പറഞ്ഞത് വരുന്നത്, KM മൗലവി എന്ന് പറഞ്ഞ മഹാനായ ഒരു പ്രസിഡന്റ് തുടക്കം കുറിച്ച ഈ സംഘടന, ആ KM മൗലവിക്കൊരു പാരമ്പര്യമുണ്ട്, നിങ്ങൾ അറിയണം. അതെന്താ? അതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പ്രിയപ്പെട്ട മുസ്ലിമേ. KM മൗലവിയതാ പലതവണ ഹജ്ജിന് പോയിട്ടുണ്ട് മഹാനവറുകൾ. അദ്ദേഹം 1957 ഹജ്ജിന് പോയ അവസരത്തിൽ അവിടെ സൗദി അറേബ്യയിൽ ചില കാഴ്ചകൾ കണ്ടപ്പോൾ മഹാനവറുകളുടെ മനസ്സിൽ ചില വേദനകൾ തോന്നി. മഹാനവറുകൾ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ സൗദി രാജാവിന് കത്തയക്കുന്നു. മുജാഹിദുകളെ പഠിച്ചു വെച്ചോ, KNMന്റെ ആദ്യത്തെ പ്രസിഡന്റിന്റെ സംസ്കാരം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മഹിമ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ തഖ്വ എന്തായിരുന്നു? പഠിക്കാനാ പറയുന്നത്. സൗദി അറേബ്യയിലെ രാജാവിന് കത്തെഴുതുകയാണ് KM മൗലവി. കത്തെഴുതുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ഭരണകൂടം വളരെ നല്ല ഭരണകൂടമാണ്. നിങ്ങളുടെ ആ സലഫി ആശയം മുമ്പേ സ്വീകരിച്ചിട്ടുള്ള കേരളത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഞാനിത് എഴുതുന്നത്. കേരളത്തിലെ 50കളിലുള്ള മുഴുവൻ മുജാഹിദുകളുടെയും സലഫികളുടെയും പ്രതിനിധിയായിക്കൊണ്ട് മഹാനായ KM മൗലവി റഹിമഹുല്ലാ സൗദി രാജാവിന് കത്തെഴുതുന്നു. ആ കത്തിന്റെ കൂട്ടത്തിൽ ഒരു ഖണ്ഡിക ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. സുദീർഘമായ കത്താണ്. അതിൽ ഒരു ഖണ്ഡിക ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ, ശ്രദ്ധിച്ചോ. സൗദി രാജാവിനോട് എന്താ ആവശ്യപ്പെടുന്നത് കേട്ടോ? വാദ്യമേളങ്ങളോട് കൂടിയ സംഗീതഗാനാദികൾ ഇവിടത്തെ പ്രക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. സൗദി രാജാവിനോട് പറയുകയാണ്, സൗദി അറേബ്യയിലെ ടെലിവിഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളോട് കൂടിയ സംഗീതഗാനാദികൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. നിഷിദ്ധങ്ങളായ ഇത്തരം പരിപാടികൾ വഴി
വളരുന്ന തലമുറയെ മാനസികമായി ദുഷിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട രാജാവിനെ ഉണർത്തുവാൻ ഞാൻ മുതിരുകയാണ്. ഇത്തരം പ്രക്ഷേപണങ്ങളുടെ പരിണിത ഫലമായി തുറക്കപ്പെടാവുന്ന നാശങ്ങളുടെ കവാടങ്ങൾ പിന്നീട് ഭരണകൂടം ഉദ്ദേശിച്ചാലും കൊട്ടിയടക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടത് നിർത്തലാക്കാനുള്ള ഏർപ്പാട് ചെയ്യണേ. ഹജ്ജും ഉംറയും നിർവഹിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ബഹുമാന്യനായ കെ.എം. മൗലവി സഊദി രാജാവിന് കത്തെഴുതി പറയുന്നു, നിങ്ങളുടെ നാട്ടിലിതാ ടിവിയിൽ ഇങ്ങനെ മ്യൂസിക്കുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അത് സമൂഹത്തെ ദുഷിപ്പിക്കും സംഗീതങ്ങളും സിനിമകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കണം, അത് നിഷിദ്ധമാണ്. അതുകൊണ്ടൊരു തലമുറ ദുഷിക്കുകയാണ്. ആ തലമുറ ദുഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭരണകൂടത്തിനും പിന്നെ ആ കവാടം കൊട്ടിയടക്കാൻ സാധിക്കാതെ വരും എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഊദി രാജാവിന് കത്തെഴുതിയ ബഹുമാന്യനായ ആ കെ.എം. മൗലവി എന്ന പ്രഥമ KNM-ന്റെ പ്രസിഡന്റിന്റെ അതേ തസ്തികയിലിരിക്കുന്ന ബഹുമാന്യദേഹത്തോട് സൂചിപ്പിക്കട്ടെ, നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് ഉംറക്ക് പോയ നേരത്ത് കേരളത്തിൽ ഇങ്ങോട്ട് നിങ്ങളുടെ വൈസ് പ്രസിഡന്റിനോട് വിളിച്ചു പറയുന്ന പോലും പോകണം, സംഗീതങ്ങളും വാദ്യമേളങ്ങളും സിനിമയും സീരിയലുകളും ഒക്കെ തിമിർത്താടുന്ന ചാനലിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ട് KNM-ന്റെ പിന്തുണ പതിച്ചു കൊടുക്കണേ, ദുആ ചെയ്യണേ. KNM-ന്റെ പ്രസിഡന്റായ കെ.എം. മൗലവി സൗദി അറേബ്യയിൽ ഈ രൂപത്തിലൊന്നുമില്ലാത്ത കാലത്ത് പോലും അവിടുത്തെ രാജാവിനോട് ഇത് ഹറാമാണ്, നിർത്തലാക്കണമെന്ന് ഇന്ത്യ രാജ്യത്ത് നിന്ന് സൗദി അറേബ്യയിലേക്ക് കത്തെഴുതുമ്പോൾ നിങ്ങൾ പരിപാവനമായ സൗദി അറേബ്യയിൽ പോയിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറയുന്നുവല്ലേ, ചാനലിന് പോയിട്ട് KNM-ന്റെ പിന്തുണ കൊടുക്കണം, ദുആ ഇരക്കണേ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എങ്ങോട്ടായി KNM-നെ കൊണ്ടുപോകുന്നത്? അതുകൊണ്ടാ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ KNM-കാരാണ്, ഞങ്ങൾ ISM-ഉം MSM-ഉം MGM-ഉം ഒക്കെയാണ്. ആര് പുറത്താക്കിയാലും പോവില്ല. എന്തേ കാരണം? ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ്. ദീനിനെതിരല്ലാത്ത വിധത്തിൽ സംഘത്തിന്റെ നേതാവ് കൽപ്പിച്ചാൽ അച്ചടക്കത്തോടെ അനുസരിക്കും. ഇത് ദീനിന് അനുകൂലമായ വസിയത്താണോ? ഇത് ദീനിന് അനുകൂലമായ നിർദ്ദേശമാണോ? മുസ്ലിം കേരളത്തിനറിയാൻ താൽപര്യമുണ്ടെന്ന് സർവബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി അതല്ല, എന്റെ പേരിൽ വൈസ് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഞാൻ അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന വാദമുണ്ടോ? എങ്കിലതൊന്ന് തുറന്നു പറഞ്ഞേക്ക്. സമൂഹത്തിന്റെ മനസ്സിലൽപ്പമെങ്കിലും കുളിര് വരട്ടെ, പ്രമാണങ്ങളുടെ മഹത്വം നിലനിൽക്കട്ടെ. KNM എന്ന മഹനീയമായ സംഘടനയുടെ ഇസ്ലാമിക സ്പിരിറ്റുള്ള ആദർശത്തിന്റെ മഹിമ ലോകത്തതാലയടിച്ചുയരട്ടെ. അതിനാവശ്യമായ നിലക്കുള്ള കൃത്യമായ പ്രമാണങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് വാചികമായി അവിടെ ഒതുക്കേണ്ടതല്ല, അത് പ്രവൃത്തിപഥത്തിൽ തെളിയിക്കേണ്ടതാണ്. അതെവിടെയൊക്കെ പ്രകടിപ്പിക്കണോ അവിടെയൊക്കെ പ്രകടിപ്പിക്കണം. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മൊഴിയുന്നുണ്ടോ? അവിടുത്തെ പേരിൽ കള്ളം പറഞ്ഞുകൂടാ. അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പറയരുത്, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയരുത്, അംഗീകരിച്ചിട്ടില്ലാത്തതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്ന് വാദിക്കരുത്. അവിടുത്തേതല്ലാത്ത അവശിഷ്ടങ്ങളെക്കുറിച്ച് ഇതിന് വിധങ്ങളുടെ മുടിയാണ്, വടിയാണ്, മെതിയടിയാണ്, ജുബ്ബയാണ്, വസ്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കരുത്. അതേ മുടിയിൽ കുടുങ്ങിയ കാന്തപുരം ഉസ്താദ് അതേ മുടിയുമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്തി. പലർക്കും ബോധം വന്നു, ഇതിന് വിധങ്ങളുടെ മുടിയല്ലല്ലോ, ഇത് ബോംബെയിലെ തെരുവിൽ നിന്ന് ജാലിയാവാലായിൽ നിന്ന് കിട്ടിയ മുടിയാണല്ലോ. പലതും പറഞ്ഞു നോക്കിയെങ്കിലും തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞ് ഫ്ലക്സുകൾ അടിച്ചുവെങ്കിലും നിയമത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ ഇപ്പോൾ
പറയുന്നു, മുടി സൂക്ഷിക്കാനല്ല പള്ളി. പിരിച്ചത് മുഴുവൻ അതിന്റെ പേരിൽ, ഫ്ലക്സുകൾ അടിച്ചത് മുഴുവൻ അതിന്റെ പേരിൽ. ഇപ്പോൾ പറയുന്നു മുടി വെക്കാനുള്ളതല്ല പള്ളി. പിന്നെ എന്തിനാ? തന്റെ തടി വെക്കാനായിരിക്കും. അത് പക്ഷേ മുമ്പത്തെ സംസാരമാണ്. അതെന്തോ ആകട്ടെ. ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരു കള്ളക്കേശം കൊണ്ടുവന്നിട്ട് അത് നബിയുടേതാണെന്ന് പറഞ്ഞിട്ട് അത് മുക്കിയ ജ്യൂസും വെള്ളവും ജനങ്ങളെ കുടിപ്പിച്ച് വിശ്വാസരംഗത്തവരെ അലസരാക്കി ഉറക്കിക്കിടത്തിയിട്ടുള്ള ആ പുരോഹിതനിപ്പോൾ വേറെ ഒരു പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇക്കൊല്ലം ഞാൻ എന്റെ കയ്യിൽ ഇപ്പോൾ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുടിയിട്ട വെള്ളത്തിന് ഇക്കുറി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടത്രേ. ആ മുടി ജ്യൂസിൽ ഞാൻ ഇത്തവണ മദീനത്തെ നബി തങ്ങളുടെ ഖബറിൻ പുറത്തുള്ള മണ്ണിന്റെ പൊടി കൂടി ഇട്ടിട്ടാ കൊടുക്കുന്നത്. കാന്തപുരം അതാ മുടിവെള്ളത്തിൽ മണ്ണും കലക്കി നബി തങ്ങളുടെ ഖബറിന്റെ പുറത്തുനിന്ന് മണ്ണ് വാരാൻ ഇയാൾക്ക് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കല്ലേ അവിടെ. അതേ, കളവുകൾ എത്രയാണ് ആവർത്തിക്കുന്നത്. അങ്ങനെ മദീനയിലുള്ള മണ്ണാണ്, നബി തങ്ങളുടെ ഖബറിന്റെ മീതെയുള്ള മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ണും കൂടി കലക്കിയിട്ട് സംസം വെള്ളവും ചേർത്തുകൊണ്ടാണ് വലിയ ചെമ്പിലേക്ക് ഈ വെള്ളം കൊടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് മുടിയില്ലതെ പൊടിയും കലക്കിയിട്ട് മുടിപൊടി വെള്ളം കൊണ്ട് തബറുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം വിടൂല. ഒരൊറ്റ മുജാഹിദും നിങ്ങളെ പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങളെ ഇതാ തളച്ചിടുന്നു. നബിതങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹബീബിന്റെ ഒരു മുടിയും നിങ്ങളുടെ കൈകളിലില്ല, ലോകത്തതിന്നെവിടെയുമില്ല. ഉണ്ടെങ്കിൽ ഹാതൂ ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ, സത്യം പറയുന്നവരാണെങ്കിൽ കൊണ്ടുവായോ തെളിവ്. എന്താ തെളിവ്? നബിതങ്ങൾ ആർക്ക് മുടി കൊടുത്തു, അവിടെ നിന്ന് ആർക്ക് മുടി കിട്ടി എന്ന കൃത്യമായി നിങ്ങളുടെ വശം എത്തിയ മുടിയുടെ സനദെന്ന് പറയൂ. സനദ് എന്നത് ഇന്ന് അമുസ്ലിം പത്രപ്രവർത്തകർക്ക് പോലും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നാടൊട്ടാകെ പണം പിരിച്ച കള്ളക്കേശം, അതേ, അതുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കാൻ സമ്മതിക്കില്ല. നബിയുടേതല്ലാത്ത ഒന്ന് നബിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ നിന്ദിക്കാൻ മുസ്ലിമീങ്ങൾ സമ്മതിക്കൂല. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. കേന്ദ്രവും പള്ളിയൊക്കെ നിങ്ങൾക്ക് എത്രയുണ്ടാക്കുക? അവിടെ ആരുടെ മുടിയും കൊണ്ടുപോയിട്ട് അട്ടിയിട്ടോ ഒരു പ്രശ്നമില്ല, തൂക്കിയിട്ടോ വനംകൊല പോലെ ഹബീബിന്റെതാണെന്ന് മാത്രം പറഞ്ഞു പോകരുത്. അതേ, ഞങ്ങൾക്ക് വാശിയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം കൊണ്ടാണിത് പറയുന്നത്. ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് നബിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് നഗറുകൾ നടത്തുന്നില്ലല്ലോ? അതല്ലേ മറ്റൊരു സംശയം. നബി ഞങ്ങൾക്ക് സ്വലാത്തുണ്ട്, സ്വലാത്ത് നഗറുകളില്ല. സ്വലാത്തിന്റെ പേരിൽ ചൂഷണമില്ല. നിങ്ങളിപ്പോൾ ഒരു പരസ്യം കൊടുക്കുന്നു. എന്താണ്? 1 കോടി സ്വലാത്ത് മദീനത്തേക്ക് പാർസലേക്കാനുള്ള പരിപാടി. എല്ലാവരോടും നിങ്ങൾ പരസ്യം ചെയ്യുന്നു. ആവുന്നത്ര സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര സ്വലാത്താ ചൊല്ലിയത് എന്ന് ആണും പെണ്ണുമൊക്കെ മുസ്ലിയാർക്ക് SMS അയക്കണം. ഖദീജക്കുട്ടി ചൊല്ലിയത് 301, അമ്മദ് കുട്ടി ചൊല്ലിയത് 401, ഫാത്തിമ ചൊല്ലിയത് 701, ജമീല ചൊല്ലിയത് 712, മുസ്തഫ ചൊല്ലിയത് 433. ഇങ്ങനെ കണക്ക് കിട്ടിയിട്ട് 1 കോടി തികഞ്ഞാൽ സഖാഫി ഉസ്താദ് മദീനത്തേക്ക് കയറ്റിവിടും പോലും അതേ കോടിക്കണക്കിന് സലാത്ത് ഞങ്ങൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന പോലും നിങ്ങളുടെ ഓശാരം വേണോ? മുസ്ലിമേ, എന്താ നമ്മുടെ വിശ്വാസം? ഒരു സലാത്ത് ചൊല്ലിയാൽ അതവിടെ എത്തിക്കാൻ അള്ള സംവിധാനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് SMS അയക്കണോ? ചൊല്ലുമ്പോഴേക്ക് റബ്ബവിടെ എത്തിച്ചാൻ സംവിധാനമില്ലേ? അത് പിന്നെ നിങ്ങളുടെ SMS ഒന്ന് കിട്ടിയിട്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങളുടെ ഓശാരത്തോടെ ഔദാര്യത്തോടെ മദീനയിലേക്ക് കയറ്റി അയക്കാൻ ഇതെന്താ തെങ്ങിൻ കട്ടയാണോ തേങ്ങാക്കൊലയാണോ കയറ്റി അയക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ രീതികളിലും നിങ്ങൾ ഈ പറയുന്ന രീതിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വലാത്തുണ്ട്, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു, പക്ഷേ സ്വലാത്ത് കയറ്റി അയക്കലില്ല. അതിന്റെ പേരിൽ ചൂഷണമില്ല, സ്വലാത്ത് നഗറുകളില്ല.
മുസ്ലിമീങ്ങൾ ചൊല്ലേണ്ടിടത്തൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഞങ്ങളത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും മാത്ര സമാധാനത്തിൽ ഇസ്ലാമികമായ ചര്യകളെയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളെ പറ്റി ഇപ്പോഴിതാ കേരളത്തിൽ മുഴുവൻ ക്യാമ്പയിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തിതാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ മുജാഹിദുകൾ തല്ലിച്ചതച്ചിരിക്കുന്നു. ഭീകരവാദികളാണ് മുജാഹിദുകൾ എന്ന് പറയുന്നു. പറയിപ്പിക്കേണ്ട മുസ്ലിയാരെ നിങ്ങൾ ആരാണ് ഭീകരന്മാരെന്നും ആർക്കാണ് ഭീകരബന്ധമുള്ളതെന്നും ആരുടെ പേരിലൊക്കെ ആരുടെ സ്ഥാപനത്തിൽ പഠിച്ചവരുടെയൊക്കെ പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ അതേ ഫയലുകളിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് കിടപ്പെന്നും അതൊക്കെ ഇവിടെ അങ്ങാടിപ്പാട്ടായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, അതേ എവിടെയെങ്കിലും ആരെങ്കിലും ബാപ്പാനെ ആരെങ്കിലും പോയിട്ട് പച്ചക്ക് വായിൽ തെറി വിളിച്ചപ്പോൾ മക്കള് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കുടുംബ പ്രശ്നങ്ങള് മുജാഹിദുകളുടെ ഗുണ്ടായുസമായിട്ട് കൊണ്ടുവരാൻ ആരും തയ്യാറാവണ്ട. മുജാഹിദ് കേരളം എന്താണ് പറയുന്നതെന്ന്, മുജാഹിദുകളുടെ സമാധാനപൂർണമായ പ്രബോധന സംരംഭങ്ങൾ എന്തെന്ന് ഈ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാം. ഒരാളെയും നോവിക്കുന്നവരല്ല, ഒരാളെയും ആദർശം പറഞ്ഞുകൊണ്ടല്ലാതെ അതേ ആക്രമിക്കുന്ന പരിപാടിയില്ല. അതേ ആർക്കും ആരുടെ വിശ്വാസത്തിനും സ്വാതന്ത്ര്യമുള്ള മണ്ണാണ്. നിയമങ്ങളെ 100% പാലിച്ചുകൊണ്ട് നിയമപാലകന്മാര് നിർദ്ദേശിക്കുന്ന ടൈം പാലിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും കൃത്യമായി ഓരോ കേന്ദ്രങ്ങളിലും അതേ പ്രബോധന സംരംഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ അവരെവിടെയും കുഴപ്പമുണ്ടാക്കാറില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമികമായിട്ട് അവരുടെ ബാധ്യതകൾ നിർവഹിക്കുകയാണ്. അതാണ് നമ്മുടെ എല്ലാ രംഗത്തുമുള്ള നമ്മുടെ കാഴ്ചപ്പാട്. പിന്നെയോ ഏത് പ്രശ്നത്തിലും നമ്മൾ എപ്പോഴും ഒരുമിപ്പിക്കാനാണ് നോക്കുന്നത്, പുറത്താക്കാനല്ല, പിരിച്ചുവിടാനല്ല. അതുകൊണ്ടാണ് ഈ ഉള്ളവൻ സമ്മേളന നഗരിയിൽ വെച്ച് പറഞ്ഞതെന്ത്, നമുക്കൊരുമിച്ചു പോയിക്കൂടെ, നമ്മൾ എന്തിന് ശിർക്ക് പറയണം? അതേ മുമ്പ് നമ്മൾ പറഞ്ഞ മറുപടി തന്നെ പറയലല്ലേ നല്ലത്? ഇനി അതിൽ കുഴപ്പമുണ്ടോ? നമ്മെ ആദരിക്കുന്ന, നമ്മെ ബഹുമാനിക്കുന്ന, നാം ആദരിക്കുന്ന, നാം ബഹുമാനിക്കുന്ന വിദേശ രാഷ്ട്രങ്ങളിലുള്ള വലിയ പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ടും നമുക്ക് വിഷയം പറഞ്ഞുകൂടെ? അവര് പറയുന്നത് മുഴുവൻ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം എന്നല്ലല്ലോ, നമുക്ക് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ സമ്മേളനത്തിൽ കേട്ട കരട് ശബ്ദമായിരുന്നു അത്, അപശബ്ദമായിരുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉള്ളവനെ കടിച്ചു കീറാനല്ലേ ശേഷമുള്ള പ്രാസംഗികന്മാരും പിറ്റേന്നുള്ള പ്രാസംഗികന്മാരും ഒക്കെ ശ്രമിച്ചത്. എന്നിട്ട് ഇപ്പോഴും പറയണ് നേതൃത്വത്തോട് കൂടിയാലോചിക്കാതെ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തിന് പിരിച്ചുവിട്ടു എന്ന് ചോദിച്ചിട്ടില്ല. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ആ നിലക്ക് ഉപദേശിച്ചിട്ടില്ല. മറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്തുകൂടെ, ഒരു ഐക്യത്തിലെത്തിക്കൂടെ, ഒരുമിച്ചു പോയിക്കൂടെ, അതല്ലേ ആഗ്രഹിക്കുന്നത് എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ അവിടെ എത്രയാളുകൾ പലതും പറഞ്ഞു. നേതാക്കൾക്കത് അപശബ്ദമായി തോന്നിയില്ല. മുജാഹിദുകളെ കുറിച്ച് മോശമായി ശൈത്താനെന്നും ഇബ്ലീസെന്നും അവരെ വിളിച്ചോളാൻ ലൈസൻസ് കൊടുത്തപ്പോഴും ആർക്കും അത് അപശബ്ദമായി തോന്നിയില്ല. ആദർശപരമായ കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട മുജാഹിദിന്റെ മറ്റൊരു ഭാഗമാത്തോട് ഐക്യപ്പെടണം എന്നൊരു നേതാവ് പ്രസംഗിച്ചപ്പോൾ ഒരിക്കലും ഇല്ല, അതിവിടെ പറയണ്ട, അതിന് വേറെ വേദി നോക്കിക്കോ എന്നാരും പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ പറയിപ്പിച്ച് പറഞ്ഞതായിരിക്കുമല്ലേ? നിങ്ങൾ പറയിപ്പിച്ചവരെ കൊണ്ട് അവരെ നിങ്ങൾ പറഞ്ഞുകൊടുത്ത് പറയിപ്പിച്ചതായിരിക്കുമല്ലേ? കാരണം അതൊന്നും അപശബ്ദമായില്ല, കരടായില്ല, മറിച്ച് മാന്യതക്ക് നിരക്കുന്നതേ ആയുള്ളൂ. ഈ ഉള്ളവൻ ഐക്യപ്പെടണേ പൊന്നു നേതാക്കളെ, ഐക്യപ്പെടണേ മുജാഹിദുകളെ, നമുക്കൊരുമിച്ചു പോയിക്കൂടെ, നമ്മുടെ ശബ്ദം പതറിപ്പോകല്ല, ശിർക്കിനെതിരെ നമ്മളൊന്നിക്കണം എന്ന് പറഞ്ഞത് അപശബ്ദമായി തോന്നിയെങ്കിൽ മലയാളം പോലും മനസ്സിലാക്കാതെ പോയോ? എന്താണ് അപശബ്ദം, എന്താണ് ശുഭശബ്ദം എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നിന്ന് വഴിമാറിപ്പോയോ? നന്നായി ആലോചിക്കണേ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ആലോചിച്ചു നോക്ക്, ഇങ്ങനെ ഏതൊരു കാര്യത്തിലും നമ്മൾ
ഇസ്ലാമികമായ കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നേരത്തെ എന്റെ സ്നേഹിതൻ ബഹുമാന്യനായ CP സലീം പറഞ്ഞു, 2002 സംഘടനാ പ്രശ്നം ഉണ്ടായപ്പോ ഒരാൾ സെക്രട്ടറി ആക്കണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത് കുവൈത്തിലെ സംഘടനയായിരിക്കുമെന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അറബി ശൈഖുമാര് വലുതായിരുന്നു. ഇന്നിപ്പോൾ പറയുന്നത് അറബി ശൈഖുമാരാര്, അവരാര്, നമ്മളാര്? അവര് നമ്മളിൽ നിന്നല്ലേ പഠിക്കുന്നത്, നമ്മൾ അവർക്കല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവിടെയുള്ള പണ്ഡിതന്മാർക്ക്. അവരെക്കാളൊക്കെ വലിയ ആലിമീങ്ങൾ നമ്മളാണ് എന്ന അർത്ഥത്തിൽ അവരൊക്കെ വളരെ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിക്കുന്നു. അതേ, ചിലരൊക്കെ ഇപ്പോ ബഹുമാന്യനായ പണ്ഡിതൻ സൗദി അറേബ്യയിലെ ആലുശൈഖ് മല്ലാക്കാനാ പറയുന്നത്. ആലുശൈഖ് മോലിയേരി തോട്ടിലെറിയണം എന്നൊക്കെയാണ് പറയുന്നത്. ഓ, അബദ്ധം ഇത്രത്തോളം ആയിപ്പോയല്ലോ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അതേ, അവരൊന്നും തെറ്റുപറ്റാത്തവരാണെന്ന നിലക്കല്ല, പക്ഷേ നമ്മളെക്കാളൊക്കെ ഇൽമുള്ള മുത്തഖീങ്ങളായ ആളുകളാണെന്ന ഒരു സ്ഥാനമെങ്കിലും ഒന്ന് വകവെച്ചു കൊടുത്തുകൂടെ? ഈ രൂപത്തിലൊക്കെ കൈകാര്യം ചെയ്യുന്നവരവസ്ഥയിലേക്ക് തരം താഴരുത്. മറിച്ചെന്ത് വേണം പ്രിയമുള്ളവരെ? ഇസ്ലാമികമായ കാര്യങ്ങളെ അതിൻ്റെതായ തനതായ രൂപത്തിൽ നമ്മൾ ഗ്രഹിക്കണം, നാം പഠിക്കണം, നാം മനസ്സിലാക്കണം. എന്നിട്ട് പ്രമാണങ്ങളിൽ ഉള്ളതെന്തെന്നറിഞ്ഞാൽ മുജാഹിദുകളെ നമ്മുടെ മുൻകാല പ്രസിദ്ധീകരണങ്ങളെങ്കിലും ഒന്ന് വായിക്കണം. അതേ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രന്ഥങ്ങൾ അതുപോലും മുജാഹിദുകളെന്ന് പറയുന്നവർ വായിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ അതിൽ പോലും രേഖപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് പിൽക്കാലത്ത് നമ്മുടെ പ്രബോധകന്മാര് പറയുമ്പോ കണ്ടോ, ഇത് പുതിയ വിശ്വാസം മുജാഹിദിന്റെ പേരിൽ പറയുകയാണെന്ന്. അല്ല, പണ്ടേ പറഞ്ഞതാണ്, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഒരൊറ്റ ദഅ്വാ സംരംഭവും നമ്മൾ ആരെന്ത് പറഞ്ഞാലും നിർത്താൻ പാടില്ല. പള്ളികളിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല. പള്ളികൾ നമ്മുടെ പള്ളികളാണ്, സ്ഥാപനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളാണ്. നമ്മുടെ സംരംഭങ്ങളൊക്കെയും നമ്മുടെ സംരംഭങ്ങളായി നിലനിൽക്കണം. ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ നടക്കണം, പ്രോഫ്കോൺ നടക്കണം, അതുപോലെ തന്നെ CRE സംവിധാനം നടക്കണം. അതുപോലെ തന്നെ ഏതെല്ലാം ദഅ്വാ സംരംഭങ്ങളുണ്ടോ എല്ലാം സമൂഹത്തിൽ നമ്മൾ നടത്തണം. അത് സമൂഹത്തിൽ നമ്മൾ കൃത്യമായി തന്നെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഇസ്ലാമികമായ ആചാരമെന്ന്, എവിടെയാണ് പോകേണ്ടതെന്ന്, ഏതാണ് വിശ്വാസമെന്ന്, ഏതാണ് അന്ധവിശ്വാസമെന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കാത്ത ആളുകൾ ഇമാമിന്റെ പോസ്റ്റിലായിട്ടും കാര്യമില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനിവിടുത്തെ ഇമാമാണ്, ഞാൻ പാളയത്തെ അല്ലെങ്കിൽ വേറെ എവിടുത്തെങ്കിലും ഇമാമായിട്ടൊന്നും കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ ഏതൊക്കെ സദസ്സിൽ പോയി ആശംസ പറയാം, ഏതൊക്കെ സദസ്സിൽ പോയി ആശീർവദിക്കാം, ഏതൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കാം, ഏതൊക്കെ മതപരമായ കാര്യങ്ങളിൽ ബാധ്യതയനുസരിച്ച് പങ്കെടുക്കാവുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്, എവിടെയൊക്കെ സൗഹാർദ്ദമാവാം, എവിടെയൊക്കെ സൗഹാർദ്ദം നമുക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആ നിലക്കുള്ള വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ കൃത്യമായി പ്രമാണങ്ങൾ പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, അല്ലാഹുവിന് വിരോധമുള്ള കാര്യങ്ങൾ, അല്ലാഹനെ പരിഹസിക്കുന്ന കാര്യങ്ങൾ, പടച്ച റബ്ബിന് മക്കളുണ്ടെന്ന വാദം അല്ലാഹ് പൊരുത്തപ്പെടുമോ? ആ രൂപത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കാൻ അതിന്റെ വക്താക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ ആ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും പോയിട്ട്, അതേ വിദേശ രാഷ്ട്രങ്ങളിൽ പോലും പോയിട്ട് അത്തരം ചടങ്ങുകളിൽ ബഹുമാനത്തോടെ സംബന്ധിച്ച് ആശീർവാദം അർപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, അത്തരം വേദികളിൽ സദസ്സുകളിൽ പങ്കെടുക്കരുതെന്ന്. അത് കുഴപ്പമുണ്ടാക്കലല്ലോ, ഐഡന്റിറ്റി അല്ലേ? അത് മനസ്സിലാക്കാൻ ഇമാമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചിലർക്ക് വിവരമില്ലാതെ പോയോ? സ്നേഹത്തോടെ ഉണർത്തുന്നു, നിങ്ങൾ പഠിക്കണേ, വിലയിരുത്തണേ, പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണേ. ഇതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഈ ഉള്ളവനടക്കം എല്ലാവരും ചിന്തിച്ചോ, ഇൽമാണ് വലിയ ആയുധം.
പഠനം ഒരിക്കലും നിന്നുപോകരുത്. ഏതെങ്കിലും സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോ അതെ ഇതിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുള്ള സ്ത്രീജനങ്ങൾ പോലും ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഉമ്മമാര് പറയുന്നു, 6-7 കൊല്ലമായി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിച്ച് പകർന്നതെന്ന ഇസ്ലാമികമായ ഈ വിദ്യാഭ്യാസത്തെ അരുതെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലെറ്റർ പേഡും സീലും കൊണ്ട് പൊയ്ക്കോ, ഞങ്ങൾ ഈ ക്ലാസ് എവിടെയാണെങ്കിൽ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസുകളും നിന്നുപോകാതെ അത് ഏറ്റെടുത്ത് ഖുർആനിന്റെ പഠനത്തിന്റെ ഹദീസുകളുടെ മാർഗത്തിലേക്ക് അതേ ഒഴുകി വരുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ധീര വനിതകളുണ്ട്, കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്, വൃദ്ധരുണ്ട്. ആബാലവൃദ്ധം ജനങ്ങളുടെയും മനസ്സിൽ ഖുർആനിനോട് സ്നേഹമുണ്ട്, ഹദീസുകളോട് സ്നേഹമുണ്ട്. ആ പഠനം തുടരുന്നു. അത് കൃത്യമായി ഇസ്ലാമികമായ കാര്യങ്ങളിൽ എല്ലായിടത്തും അത് നടക്കണം. ഒരു പള്ളിയിലും നമ്മൾ കുഴപ്പത്തിനില്ല, ഒരു പള്ളിയിലും നമ്മൾ കലാപത്തിനില്ല, ഒരാരാധനാലയവും തകർക്കപ്പെടേണ്ടതല്ല, ഒരു സ്ഥലത്തും വർഗീയ വിദ്വേഷത്തിന് മുസ്ലിമീങ്ങൾ ആളല്ല. ആരെങ്കിലും അവിവേകം പ്രവർത്തിച്ച് ഇസ്ലാമിന്റെ പേരിൽ വല്ലതും പ്രവർത്തിക്കുന്നുവെങ്കിൽ അതേ മുസ്ലിമീങ്ങൾക്ക് അതിനോടൊരു കടപ്പാടുമില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന മതമാണ്. ആരും പീഡിപ്പിക്കപ്പെടരുതെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആൺപീഡനവും ഇല്ല, പെൺപീഡനവും ഇല്ല. പെണ്ണുങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത മതമാണ് ഇസ്ലാം. സ്ത്രീയെ അവഹേളിച്ച മതമല്ല, സ്ത്രീയെ അവഗണിച്ച മതമല്ല, പരിഗണിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് പെണ്ണേ, നിന്റെ ശരീരത്തെ കൊത്തിവലിക്കാൻ കാമാർത്ഥമായ കണ്ണുകൾക്ക് വിട്ടുകൊടുക്കാതെ നിന്റെ ബോഡി മറച്ചോ, ശരീരം ലൂസുള്ള വസ്ത്രം കൊണ്ട് മറച്ചോ. നീ കുലീനയാണെന്നറിയപ്പെടാൻ, നീ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത്. ഇസ്ലാമിന് അതാ പറയാനുള്ളത്. ആണുങ്ങളോടും പറഞ്ഞു, കണ്ണുയർത്തി നീ ഇങ്ങനെ പെണ്ണിനെ ആസ്വദിക്കാൻ നടക്കണ്ട, നിനക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്തതിലേക്ക് നീ നോക്കണ്ട, ആസ്വദിക്കണ്ട. കണ്ണുകൊണ്ട് വ്യഭിചാരമാണത്, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. കണ്ണാണ് ആദ്യത്തെ നിന്റെ തിന്മയിലേക്കുള്ള കവാടം തുറക്കുന്നതെന്ന് പഠിപ്പിച്ചു. കണ്ണ് നിയന്ത്രിച്ചാൽ ലൈംഗികാവയവം നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയൂ, അവർ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ലൈംഗികാവയവം അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. കണ്ണും ലൈംഗികാവയവവും തമ്മിലുള്ള ബന്ധമാണത്. നോട്ടം കൊണ്ടാണ് മനുഷ്യ മനസ്സിൽ വികാര വിചാരങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ചെകുത്താന്റെ ആ അമ്പില്ലേ ആ നോട്ടം, സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്, നമ്മുടെ നേതാവിന്റെ പ്രയോഗമാണ് നിങ്ങൾ കേട്ടത്. ഇബ്ലീസ് എറിയുന്ന അസ്ത്രങ്ങളിൽപ്പെട്ട കൂർത്ത ഒരസ്ത്രമാണ് ഈ നോട്ടം. അതെറിയല്ല, കൺട്രോൾ വേണം. പടച്ച റബ്ബ് കാണുന്നുണ്ട്, ഉമ്മ കാണുന്നുണ്ട്, ഉപ്പ കാണുന്നുണ്ടെന്ന നിലക്കല്ല, അയൽക്കൂട്ടം കാണുന്നുണ്ട്, സ്നേഹജനങ്ങൾ കാണുന്നുണ്ടെന്ന നിലക്കല്ല. അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളയാണല്ലോ, അവൻ എന്നെ എപ്പോഴും കാണുമല്ലോ, കേൾക്കുമല്ലോ. ആ നിലക്ക് പടച്ച തമ്പുരാനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ വീടുകൾ സിനിമാശാലകളാക്കാതെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വീടുകളിൽ മുഴങ്ങട്ടെ. ഇസ്ലാമികമായ കാര്യങ്ങൾ അവിടെ ചർച്ചകൾ നടക്കട്ടെ. മാതാപിതാക്കളും മക്കളും ആദരിക്കട്ടെ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അതേ വിള്ളലില്ലാതെ ദാമ്പത്യം ഏറ്റവും വലിയ പൂങ്കാവന ജീവിത തുല്യമായി മാറട്ടെ. അതേ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ വീടണയാൻ വെമ്പൽ കൊള്ളുന്ന ഭർത്താക്കന്മാരെ ഉണ്ടാക്കാൻ ഭാര്യമാരെ നിങ്ങളുടെ പെരുമാറ്റം നന്നാക്കിക്കോ. കൂടുവിട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാണനാഥൻ അതേ ആവശ്യം കഴിഞ്ഞ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരയുന്ന, ഓടിയണയുന്ന സമാധാനത്തിന്റെ ശാന്തി നികേതനുകളായി നിങ്ങളുടെ വീടുകൾ മാറട്ടെ. അതിനങ്ങോട്ട് ആദരിക്കേണ്ട നിലക്ക്, സ്നേഹിക്കേണ്ട നിലക്ക് ആദരിച്ചോ, സ്നേഹിച്ചോ. അവരിങ്ങോട്ടും സ്നേഹിക്കട്ടെ. അതേ എത്ര വൈകി വന്നാലും കാത്തിരിക്കാനുള്ള കണ്ണുകളുള്ള, അതേ വാതിൽക്കൽ കാത്തു നിൽക്കാനുള്ള ആ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഭാര്യമാരെ ഉണ്ടാവട്ടെ. ദുന്യാവിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അൽ മർഅത്തു സ്സാലിഹ, സദ്വൃത്തയായ ഒരു പെണ്ണാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളെ വേണോ, ആൺകുട്ടികളെ വേണോ? പ്രോഫ്കോൺ പോലെയുള്ള പരിപാടികളിലൂടെ, സിയാറി പോലുള്ള പരിപാടികളിൽ
ചാനലുകളിലൂടെ, QHLS സംവിധാനങ്ങളിലൂടെ, അതേ പ്രബോധക സംരംഭങ്ങളിലൂടെ ഇസ്ലാം അവര് പഠിക്കട്ടെ. അപ്പോൾ അവർക്ക് ആദരിക്കേണ്ടവരാരെന്നറിയാം, ബഹുമാനിക്കേണ്ടവരാരെന്നറിയാം, കരുണ കാണിക്കേണ്ടത് ആരോടെന്നറിയാം, ആദരിക്കപ്പെടേണ്ടവരാരെന്നവർക്കറിയാം. അങ്ങനെ നേരും നെറിയും അവര് മനസ്സിലാക്കും. അങ്ങനെ സുന്ദരമായി ഇസ്ലാമിന്റെ ദഅവത്ത് നമ്മൾ നാളിതുവരെ എങ്ങനെ നടത്തിപ്പോരുന്നുവോ, ഒരിക്കലും പതറാതെ, അതേ ആരുമില്ലല്ലോ, പള്ളിയില്ലല്ലോ, ഓഫീസില്ലല്ലോ, പത്രമില്ലല്ലോ, ലെറ്റർ പേഡില്ലല്ലോ, സീലില്ലല്ലോ, ഇതൊക്കെ ഇന്ന് ആരുടെ കൈകളിലേക്കാണോ അല്ലാഹു ഏൽപ്പിച്ചതെങ്കിൽ ആ അമാനത്ത് നിർവഹിക്കാതിരിക്കുമ്പോൾ ഇതൊക്കെ കൈകളിലെത്തുന്നവരെ കാലം വരാനുണ്ട്. ഒന്നുമില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശമില്ലേ മുജാഹിദുകളെ നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ, പ്രവൃത്തിപഥത്തിൽ അതില്ലേ, വീടുകളിൽ അതില്ലേ? അത് മുറുകെ പിടിച്ചോ, ശക്തമായി മുന്നേറിക്കോ. ഒരു ജിന്നും നമുക്ക് പ്രാർത്ഥിക്കപ്പെടാൻ വേണ്ട, ഒരു ജിന്നിനോടുള്ള ഇടപാടും നമുക്ക് വേണ്ട. നമുക്ക് റബ്ബുൽ ആലമീൻ അവനോടാ പറയാനുള്ളത്, അവനോടാ തേടാനുള്ളത്, അവനോടാ സങ്കടപ്പെടാനുള്ളത്. ഹസ്ബുനല്ലാഹ് വ നിഅ്മൽ വകീൽ. അല്ലാഹ് മതി ഞങ്ങൾക്ക്, എന്തുമേൽപ്പിക്കാൻ അവൻ ഏറ്റവും വലിയ പറ്റിയവൻ തന്നെ. അതുകൊണ്ടല്ലേ ഒരു സംരംഭങ്ങളുമില്ലാഞ്ഞിട്ട് അതേ തിരുവനന്തപുരത്ത് ഈ തലസ്ഥാന നഗരിയിൽ ഒരുമിച്ചുകൂടിയ ആയിരങ്ങൾ ആരെ കണ്ടുവന്നതാ, എന്ത് കണ്ടുവന്നതാ? അതേ പ്രഥമ പ്രസിഡന്റ് കൊടുത്ത പ്രതിജ്ഞയിലുള്ള വാചകങ്ങൾ അവർ നെഞ്ചേറ്റിയിട്ട് വന്നതാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹുവിനെതിരായിട്ട്, ദീനിനെതിരായിട്ട് പറയാത്തിടത്തോളം ഞങ്ങൾക്ക് എല്ലാവരോടും ആദരവാണ്. അത് പറഞ്ഞാൽ പറഞ്ഞവൻ പറഞ്ഞ വഴിക്ക് പോകട്ടെ. ഞങ്ങൾ ആദർശത്തിന്റെ കൂടെയാണെന്ന കൃത്യമായ രൂപത്തിലുള്ള പ്രഖ്യാപനം ഈ മഹത്തായ പുത്തരിക്കണ്ടം മൈതാനത്തിലെ മണൽത്തരികളെ, പുൽക്കൊടികളെ സാക്ഷി നിർത്തിക്കൊണ്ടതാ. അത് പരലോകത്തൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുജാഹിദുകളെ, ആദർശം നമ്മുടെ കയ്യിലുണ്ട്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പണ്ട് പറഞ്ഞിടത്ത് ഇന്നും നിൽക്കുന്നു. അങ്ങനെ തന്നെ അന്നും ഇന്നും എന്നും എന്നെന്നും നാം നിലനിൽക്കും. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പള്ളിയുടെ കലക്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിന്റെ പരമാവധി സഹായ സഹകരണങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് എത്രയാണോ കഴിയുകയെങ്കിൽ നൽകണം. അതല്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹുവേ, ഈ തൗഹീദി സംരംഭത്തിന് കരുത്തു പകർന്നുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ നാഥാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.